കർത്താവിൻ്റെ സ്തോത്രം. എല്ലാ ദൈവമക്കളെയും യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. പ്രത്യേകിച്ച് ദൈവസഭയിലുള്ള ദൈവമക്കളെയും ഓൺലൈനിൽ കൂടെ ഞങ്ങളെ കേൾക്കുന്നവരെ വന്ദനം ചെയ്യുന്നു. നമ്മൾ ഈ ആഴ്ച തൊട്ട് നമ്മൾ പുതിയൊരു ടോപ്പിക്ക് പഠിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഇട്ടു. നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ബ്രേക്കിംഗ് ദ ജനറേഷണൽ പ്രോബ്ലം. ഇന്ന് നമ്മുടെ കൂടെ സെൽനാൻഡി ഉണ്ട്. ഞാൻ സെൽനാൻഡി അക്നോളജ് ചെയ്തില്ല. സെൽനാൻഡി പറഞ്ഞത് എനിക്ക് സമയം വേണ്ട, ദൈവവചനം കേൾക്കാമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ആൻറ്റി ദയവായിട്ട് അല്പം സമയം എടുക്കാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്തേനെ. ആൻറ്റി താങ്ക് യു. ഞങ്ങളുടെ കൂടെ വന്നതിലും പ്രാർത്ഥനയിൽ സഹകരിക്കുന്ന എല്ലാത്തിനും നന്ദി. കർത്താവിന് സ്തോത്രം. ദൈവം ധാരാളമായിട്ട് പ്രിയ മാതാവിനെ മകളെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഒത്തിരി പേരുടെ ഇടയിൽ ശുശ്രൂഷിപ്പാനും പ്രാർത്ഥിപ്പാനും ഒക്കെ ആൻറ്റിയെ ദൈവം ഉപയോഗിക്കുന്നു. അതിനായി സ്തോത്രം. ഒത്തിരി പ്രാവശ്യം ഞങ്ങളുടെ കൂടെ വന്ന് താമസിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ദൈവം സഹായിച്ചു. ആൻറ്റി എൻ്റെ മിനിസ്ട്രിയൊക്കെ ഓർത്ത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നതെന്നറിയാം. കർത്താവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. നമ്മൾ ഈ പഠിക്കുന്ന വിഷയത്തിലേക്ക് നമ്മൾ വരിക. നമ്മളത് ആഴമായിട്ട് ചിന്തിക്കാനും പഠിക്കാനും വേണ്ടിയൊക്കെ ആഗ്രഹിക്കുക. ബ്രേക്കിംഗ് ദ ജനറേഷണൽ പ്രോബ്ലം എന്നുള്ളൊരു വിഷയം. ഈ വിഷയം ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. സാധാരണ വിഷയങ്ങൾ പഠിക്കുന്നതിനെക്കാട്ടിലും ഡീപ്പായി വിഷയം. കാരണം ഡെലിവറൻസ് ഡീപ്പാണ്. ഈ സാധാരണ വിഷയങ്ങൾ പഠിക്കുന്നതിനെക്കാട്ടിലും ഈ വിഷയം പിടിശാച് ചിലരെ പഠിപ്പിക്കാൻ ഇരുത്തത്തില്ല, മനസ്സിലാക്കി കൊടുക്കത്തില്ല. പല ദൈവദാസന്മാർ, സീനിയർ ദൈവദാസന്മാർ പറയുന്നത് വേറെ ഏത് വിഷയം പഠിപ്പിച്ചാലും കുഴപ്പമില്ല, പക്ഷെ ഇത് പഠിപ്പിക്കുമ്പോൾ ഒന്നീ കറണ്ട് പോവും, അല്ലെങ്കിൽ ജനറേറ്റർ പോവും, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വരാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അവർക്ക് തക്ക സമയമാകുമ്പോൾ അവരുടെ മൂഡ് മാറും, എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു. പിശാച് ഇത് കേൾപ്പിക്കത്തില്ല. കാരണം ആ പിശാചിൻ്റെ അടിവേരിനെ പിഴുന്നതാ ഈ വിഷയങ്ങൾ. കാരണം ഇത് ആഴമായിട്ട് ചിന്തിക്കണം. ചില ആൾക്കാർ പറയുന്നുണ്ട് ഇതൊന്നും വേണ്ട, ഓൾറെഡി കർത്താവ് കാൽവറി ക്രൂശിലെല്ലാം തീർത്തു കഴിഞ്ഞു, ഇനി നമ്മളതുകൊണ്ട് ഫ്രീയാ. ഇതിൻ്റെ എല്ലാം സൈക്കോളജിക്കൽ അറ്റാക്ക് പിശാച് കൊണ്ടുവരും, ഫിസിക്കലി അറ്റാക്ക് കൊണ്ടുവരും, സ്പിരിച്വൽ അറ്റാക്ക് കൊണ്ടുവരും. ഒരു ദൈവദാസനെ സംബന്ധിച്ച് ഇതേതാണെന്ന് തിരിച്ചറിഞ്ഞ് ഇതെല്ലാം ജയിക്കണം. കാരണം അതാണ് ഡിവൈൻ വിസ്റ്റം, പരിശുദ്ധാത്മാവിൻ്റെ വിസ്റ്റം. പിശാച് ചിലപ്പോൾ ഭയങ്കര ആശയങ്ങൾ കൊണ്ടുവരും. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെയുള്ളവരെ ഓർത്തോ അവരുടെ ലൈഫിൽ കെട്ടുപൊട്ടാൻ ഭയങ്കര താമസം. കാരണം സത്യം ആദ്യം അറിയാത്തിടത്തോളം കാലം അവർക്ക് സ്വതന്ത്രമാകാൻ പറ്റത്തില്ല. ഇപ്പം ഈ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരുൾപ്പെടെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതൊന്നും വേണ്ടാന്നേ. അവസാനം അവർക്ക് വേണ്ടി തന്നെ പോയി പ്രാർത്ഥിക്കാൻ, പോരാട്ടം ഇല്ലയെന്ന് പറഞ്ഞവർക്ക് വീട്ടിൽ ഞാൻ പോയി പ്രാർത്ഥിക്കാൻ പോയിട്ടുണ്ട്, അവരുടെ പോരാട്ടം മാറാൻ. അന്ന് ഞാൻ ചോദിച്ചു എന്തോ പറ്റിയും ചോദിച്ചു. അപ്പം ഇതൊക്കെ കേൾക്കാൻ നല്ല സുഖമാണ്. പക്ഷെ ദൈവവചനം ഞാൻ റെഫറൻസ് കാണിച്ചു തരാം, നിങ്ങൾ എടുക്കുക. അതങ്ങനെ തന്നെയാണോ നിങ്ങൾ മനസ്സിലാക്കുക, പഠിക്കുക, ചിന്തിക്കുക. ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞു. ജനറേഷണൽ പ്രോബ്ലങ്ങളെക്കുറിച്ച് ഉണ്ടോ ഇല്ലയോ, ബൈബിൾ പഠിപ്പിക്കുന്നുണ്ടോ, പുതിയ നിയമത്തിൽ ഇതുണ്ടോ, എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, ഇതിനെക്കുറിച്ചെല്ലാം ഞാൻ ഇതിനെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് പുതിയ നിയമപ്രകാരം ഇതുണ്ടോ ഇല്ലയോ എന്ന് തുടങ്ങാം. അപ്പം നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിലോ എവിടെയെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് മാറുവോടെ ചെയ്യട്ടെ. ഇത് ഓടിച്ച് പറയാം. കാരണം ഇത് പഠിപ്പിക്കുമ്പോൾ അല്പം നമ്മൾ ക്രിട്ടിക്കായിട്ട് ചിന്തിച്ച് പഠിക്കേണ്ട കാര്യമാണ്. ക്രിട്ടിക്കായിട്ട് ചിന്തിച്ച് പഠിക്കേണ്ട കാര്യം. അപ്പം പുതിയ നിയമത്തിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വേഗത്തിൽ വെക്കാം. ഒന്നാമത്തെ യേശു കർത്താവിൻ്റെ കാൽവറി ക്രൂശ് എനിക്ക് തന്നിരിക്കുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാണ്, എന്നെ എവിടുന്നൊക്കെയാണ് വിടുവിച്ച് എനിക്ക് എന്തൊക്കെയാണ് ബെനിഫിറ്റ് തന്നെ. നിങ്ങൾക്ക് ഈ വാക്യം എഴുതിയെടുത്തു. ഒന്നാമത്തെ കാര്യം, എൻ്റെ കർത്താവാണ് എനിക്ക് രക്ഷ തന്നത്. ആണോ? നമ്മുടെ കർത്താവാണോ നമുക്ക് രക്ഷ തന്നത്? നമുക്ക് രക്ഷ തന്നു. കറക്റ്റ് അല്ലേ? നമുക്ക് രക്ഷ തന്നു. നമ്മുടെ കർത്താവിൻ്റെ രക്തത്തിൻ്റെ അകത്തൂടെയാണ് എന്നെ പുതിയ സൃഷ്ടിയാക്കി, എന്നെ അവൻ്റെ നാമത്താൽ എന്നെ പുതിയ സൃഷ്ടിയാക്കി, എന്നെ അവൻ്റെ മകനാക്കി. അടുത്തത്, എൻ്റെ പാപം, ലംഘനം, അകൃത്യം അതെല്ലാം എൻ്റെ കർത്താവിൻ്റെ മേലിട്ടു. കർത്താവ് അതിൽ നിന്ന് എന്നെ വിടുവിച്ചു. ഇതിനെല്ലാത്തിനും വാക്യങ്ങൾ കിടപ്പുണ്ട്. പാപം, ലംഘനം, അകൃത്യം. ഞാൻ അതിനെക്കുറിച്ചൊക്കെ പഠിപ്പിക്കാൻ പോവാം. പാപത്തിന് 3 ഡിഗ്രി ഉണ്ട്, 3 ലെവലുണ്ട്. അതൊക്കെ പഠിപ്പിക്കാൻ പോവാം. അടുത്തത്, യേശുവിൻ്റെ കാൽവറി ക്രൂശിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം തന്നോ? നിങ്ങൾ ഏസെന്നോ നോയെന്നോ തന്നോ ആൻറ്റി? നമുക്ക് സൗഖ്യം തന്നു. നമുക്ക് സൗഖ്യം. അടുത്തത്, എന്നെ എൻ്റെ കർത്താവിൻ്റെ ക്രൂശ് മരണത്താൽ ശാപങ്ങളിൽ നിന്ന് വിടുവിച്ചു. അതെല്ലാം ബൈബിളിൽ കിടപ്പുണ്ട് കേട്ടോ. വിടുവിച്ചു. പ്രിൻസിപ്പാലിറ്റീസ് ഓഫ് സൈറ്റൻ, വാഴ്ചകളെ, അധികാരങ്ങളെ, ഇവയെല്ലാം എൻ്റെ കർത്താവ് ആയുധവർഗം വെപ്പിച്ചോ. കൊലോസ് ലേഖനത്തിൽ കിടപ്പുണ്ട്, ആയുധവർഗം വെപ്പിച്ചു. മരണത്തെ, എന്നേക്കും മരണത്തിന് വിധിച്ച എന്നെ മരണത്തിൽ നിന്ന് വിടുവിച്ചു. നമ്മളെ കർത്താവിനോടുകൂടെ നമ്മൾ അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇല്ലേ?
നമ്മൾ അടക്കപ്പെടുകയും ഉയർത്തെഴുന്നേറ്റുകയും ചെയ്യും, പുതിയ സൃഷ്ടിയാക്കി. ഇനി ദാരിദ്ര്യത്തിൽ നിന്ന് കർത്താവ് നമ്മളെ വിടുവിച്ചോ? അവൻ സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യം അവൻ അനുഭവിച്ചു. അവൻ ആത്മീയത്തിലല്ല നമ്മുടെ കർത്താവ് ദരിദ്രനായത്, ആത്മീയത്തിലല്ല, ഭൗതികത്തിലാണ്. തലചായ്ക്കാൻ ഇടമില്ലായിരുന്നു. മനുഷ്യപുത്രന് തലചായ്പാൻ പറവകൾക്ക് കൂടും ഈ എല്ലാത്തിനും ഉണ്ട്, പക്ഷേ നമ്മുടെ കർത്താവിന് തലചായ്ക്കാൻ ഇടമില്ലായിരുന്നു. ആത്മീയത്തിലല്ല കർത്താവ് ദരിദ്രനായത്, ഭൗതികത്തിലാണ് കേട്ടോ. ഇനി നമ്മളെ ദൈവ പൈതലാക്കിയോ? ഇല്ലേ? ഇനി അടുത്ത് നമ്മളെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചോ? ഇതെല്ലാം ഇത് 11 അല്ല, ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട് ദൈവം നമുക്ക് തന്നേക്കും. നമ്മളെ മണവാട്ടിയാക്കി, നമ്മളെ സോൾജിയർ ആക്കി, നമ്മളെ അവകാശിയാക്കി, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കാൽവറി ക്രൂശിലെ മരണത്തോടു കൂടെ നമ്മൾ കർത്താവിനെ അക്സെപ്റ്റ് ചെയ്തപ്പോൾ ഇതെല്ലാം സംഭവിച്ചു. പക്ഷെ സെയിം കാര്യം, ഇത് ഇത്രയും കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. പക്ഷെ അടുത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോവാം. ഇതെല്ലാം എവിടെയാണ് സംഭവിച്ചത്? ഇതെല്ലാം സംഭവിച്ചത് നമ്മളുടെ ആത്മാവിലാണ്. നമ്മുടെ ജഡം വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. കിട്ടിയോ? നമ്മുടെ ദേഹം നമുക്ക് ബോഡിയുണ്ട്, സോളുണ്ട്, സ്പിരിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ദേഹമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ട്. നമ്മൾ 3 ഘടകമുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ. ദേഹമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ട്. ഇതിനെ ഇവിടോട്ട് നമുക്ക് വരാം. നമ്മുടെ ദേഹം, നമ്മുടെ സ്പിരിറ്റ് റിന്യൂ ആയത്, സേവ്ഡ് ആയത്. പക്ഷെ നമ്മുടെ സോളും മൈൻഡും, അല്ലെങ്കിൽ സോൾ ആൻഡ് മൈൻഡ്, അത് ഷുഡ് ബി റിന്യൂഡ് ബൈ ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ഹോളി സ്പിരിറ്റ്. റിന്യൂ ആകണം. കറക്റ്റ് അല്ലേ? ഇനി നമ്മുടെ ബോഡി ട്രാൻസ്ഫോം ആകണം. അതെല്ലാം ആയിക്കൊണ്ടിരിക്കണം. ഞാൻ അവിടുന്ന് ഓരോന്നോരോ നിങ്ങളെ പഠിപ്പിച്ചിട്ട് വരാം. ഓക്കെ. രക്ഷ തന്നെ, സാൽവേഷൻ തന്നെ 3 ഭാഗമായിട്ടാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഒന്നാമത്തേന് വിളിക്കുന്ന പേരാണ് ജസ്റ്റിഫിക്കേഷൻ. അത് പാസ്റ്റ്, കഴിഞ്ഞുപോയി. ജസ്റ്റിഫിക്കേഷൻ എവിടെ? ബൈബിൾ. നമ്മുടെ കർത്താവിൽ ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാ, സകലതും കഴിഞ്ഞുപോയി. നമ്മുടെ പാപത്തിന്റെ ശിക്ഷ കർത്താവ് വഹിച്ചു, അത് തീർന്നു. അതെവിടെയാ? ജസ്റ്റിഫിക്കേഷൻ നടന്നു. ഇനി രണ്ടാമത്തേത് സാന്റിഫിക്കേഷൻ. അത് നടന്നുകൊണ്ടിരിക്കുക, പ്രസന്റ് ആയിട്ടാ നടന്നുകൊണ്ടിരിക്കുക. ഓരോ ദിവസവും സാന്റിഫിക്കേഷൻ നമുക്ക് വേണം. മനസ്സിലാകുന്നുണ്ടോ? ഓരോ ദിവസവും നമുക്ക് എൻ്റെ എല്ലാം കഴിഞ്ഞു. ഞാൻ ചോദിച്ചോട്ടെ, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾക്ക് രോഗം വരുമോ? രോഗം വരത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം കോവിഡിന് ഇവ വരത്തില്ലെന്ന് പറഞ്ഞവന്മാരെല്ലാം മാസ്കും ബൂസ്റ്റർ ഡോസും ഡബിൾ ഡോസും എടുത്തുകൊണ്ട് നടക്കുക. രോഗം വരത്തില്ലെന്ന് പറഞ്ഞ ആൾക്കാരല്ല. എന്തു അപ്പം എല്ലാം കഴിഞ്ഞു, എൻ്റെ ശാപം കഴിഞ്ഞു, മരണം കഴിഞ്ഞു, രോഗം ഇല്ല. കുഞ്ഞെ, നിന്റെ ആത്മാവില ദൈവം നിന്നെ വിടുവിച്ച് കേട്ടോ. അപ്പോസ്തലനായ പൗലോസും പ്രാർത്ഥിക്കുന്നുണ്ട്. റോമാലേഖനം 7-ാം അധ്യായം 6-ാം അധ്യായത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. രക്ഷിക്കപ്പെട്ട വ്യക്തിയാ ഈ ലേഖനങ്ങളെല്ലാം എഴുതിയത്. ഈ വാക്യം എഴുതിയ ആള് തന്നെ പ്രാർത്ഥിക്കുക, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, മരണത്തിന് അധീനനായ ശരീരത്തിൽ ഞാൻ വസിക്കുന്നു. എൻ്റെ ശരീരത്തിൽ ഞാൻ മറ്റൊരു പ്രമാണം കാണുന്നു, അതെൻ്റെ ബുദ്ധിക്കകത്തുണ്ട്, അതെന്നെ ബദ്ധനാക്കി കളയുന്നു. നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും ഞാൻ ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുന്നു. അപ്പൊ പുതിയ സൃഷ്ടിക്ക് തിന്മ വരുമോ? മരണം. അപ്പോസ്തലനായ പൗലോസ് തന്നെയല്ലേ എഴുതിയത് ഒരുത്തൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാണെന്ന്. നിങ്ങൾക്ക് ഞാൻ ചോദിക്കും ചോദ്യം ആണ്, പിന്നെ എങ്ങനെ പുള്ളിക്ക് മരണം വരുന്നത്? മരണത്തെ നീക്കിക്കളഞ്ഞുവെന്ന് പൗലോസ് എഴുതി. പക്ഷെ പൗലോസ് പറയാ ഞാൻ മരണത്തിന് അധീനായ ശരീരത്തിൽ വസിക്കുന്നത്. അപ്പൊ ഇതെന്തോ കോൺട്രഡിക്ഷൻ വരുന്നത്? പൗലോസിന്റെ ശരീരത്തിൽ രോഗമുണ്ടായിരുന്നു, അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നുവിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ സൗഖ്യമൊക്കെ എവിടെ വരുന്നത്? അപ്പം നമ്മുടെ ആത്മാവിൽ നമ്മളെ വിടുവിച്ചു. പക്ഷേ നമ്മുടെ ദേഹിയിലും ശരീരത്തിലും നമ്മൾ വിടുതൽ എടുക്കണം. ഇനി നിങ്ങൾക്ക് ഇതൊക്കെ അടുത്തത് ഗ്ലോറിഫിക്കേഷൻ ആ ഫ്യൂച്ചർ ഉള്ളത്. അതാ ബൈബിൾ പറയുന്നത് കേട്ടോ. വാക്യങ്ങൾ ഇടക്കിടക്ക് ഇഷ്ടം പോലെ. ഗ്ലോറിഫിക്കേഷൻ. നമ്മളാരും വിശുദ്ധന്മാരായിട്ട് ആക്കി തീർത്തു. പക്ഷെ ഇനി നമ്മുടെ ദേഹത്തിലും ദേഹിയിലും വിശുദ്ധിയിലേക്ക് നമ്മൾ വളരണം. മനസ്സിലാവുന്നുണ്ടോ? സഭയ്ക്കകത്ത് 14 ലേഖനങ്ങൾ അപ്പോസ്തലനായ പൗലോസ് എഴുതിയിട്ടുണ്ട്.
ഈടുറ്റ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈ ലേഖനങ്ങൾ മൊത്തം എഴുതിയേക്കുന്നത്, പൗലോസ് എഴുതിയേക്കുന്ന ആർക്കാ എഴുതിയേക്കുന്നത്? വിശുദ്ധന്മാർക്ക്, വിളിച്ചു വേർതിരിക്കപ്പെട്ട, അവിടെ ഇവിടെ വേർതിരിക്കപ്പെട്ട വൃതന്മാർക്കും വിശുദ്ധന്മാർക്കും എഴുതുന്നത് എന്നാണ് എല്ലാ ലേഖനങ്ങളുടെയും ടൈറ്റിൽ. പക്ഷെ അകത്തോട്ട് കയറുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് വിശുദ്ധന്മാരോട് പറഞ്ഞേക്ക, നിന്റെ ജഡത്തെ രാഗമോഹങ്ങളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞോളെ. നീ ആത്മാവിൽ നടന്നില്ല, ജഡത്തിലാ നടക്കുന്നെങ്കിൽ മരണം നിശ്ചയമാണ്. ഞാൻ ചോദിക്കട്ടെ, ചർച്ചിനകത്ത് കയറിയ വിശുദ്ധന്മാരെന്ന ടൈറ്റിൽ, പക്ഷെ എഴുതിയേക്കുന്ന എല്ലാത്തിൻ്റെയും കയ്യിലിരിപ്പാണ് അല്ലേ? എല്ലാത്തിൻ്റെയും കയ്യിലിരിപ്പ് എഴുതിയേക്കുക, എല്ലാത്തിൻ്റെ ദുസ്വഭാവം. ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ, കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഓരോരുത്തരുടെ സ്വഭാവങ്ങളെ വെച്ച് എഴുതിയേക്കുന്നത്. ഇവിടെ കയറിയതെല്ലാം വിശുദ്ധന്മാരാണ്, പിന്നെ എങ്ങനെ ഇവർക്ക് ഈ പഴയ സ്വഭാവം വരുന്നത്? അതിന് അർത്ഥം എന്തോന്നറിയോ? കർത്താവിൽ അവർ വന്നു, ഒരു ആത്മാവിൽ ഒരു കുഞ്ഞിനെ പോലെ ജനിച്ചു. അവർ ക്രിസ്തുവെന്ന തലയോളം വളരണം. അപ്പം നിങ്ങൾക്ക് ഇത്രയൊക്കെ മനസ്സിലാകുന്നു വിശ്വസിക്കുക. ഇനിയും ഈ സ്ലൈഡിൽ നിന്ന് അവിടെയൊക്കെ നിങ്ങൾ എഴുതിയെടുത്തു. എല്ലാ എപ്പിസൽസും ചർച്ചിന് എഴുതിയതാണ്. എല്ലാം എഴുതിയത് ആർക്കാ? നിങ്ങൾ ഏത് എപ്പിസോഡ് നോക്കിയോ, വിളിച്ചു വേർതിരിക്കപ്പെട്ട വൃദ്ധന്മാർക്ക് എഴുതി. പക്ഷെ എല്ലാത്തിനും കയ്യിലിരിപ്പാന്ന് എഴുതുന്നത്. സ്വഭാവത്തിൽ മാറ്റം വന്നിട്ടില്ല. അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും കിട്ടിയ സ്വഭാവം, രോഗം, പല കാര്യങ്ങൾ, ശാപം എല്ലാം ഈ ജഡത്തിൽ കിടപ്പുണ്ട്. അത് അവസരം വരും, പൊങ്ങി വരും. ചിലത് പിതാക്കന്മാരിൽ നിന്നും മാതാക്കളിൽ നിന്നും കിട്ടിയതാ, ചിലത് നമ്മൾ തന്നെ നമ്മുടെ ശരീരത്തിൽ വിതച്ചതാ. എന്ന് വെച്ചാൽ നമ്മുടെ കാര്യങ്ങൾ കണ്ടു കേട്ടു നമ്മുടെ ശരീരത്തിൽ നമ്മൾ തന്നെ വിതച്ചു. ചിലത് സ്പിരിച്വൽ അറ്റാക്കാണ്. ഇതേതാണെന്ന് നിങ്ങളുടെ ലൈഫിൽ വരുന്നതിനെ നിങ്ങൾ തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞ് വേണം ശുശ്രൂഷിക്കാൻ. നിങ്ങൾ ഈ വാക്യങ്ങളൊക്കെ എഴുതി വെച്ചു. ഒരു വാക്യം ഒന്ന് വായിക്കാമോ ആൻറ്റി? റോമാലേഖനം 11-ാം അധ്യായം അതിൻ്റെ 17 തൊട്ട് 24 വരെ. റോമാലേഖനം 11-ാം അധ്യായം. വായിച്ചു. ഞാൻ എന്റെ സുജാതിക്കാർക്ക് വല്ലവിധേനയും സ്പർദ്ധ ജനിപ്പിച്ച് അവരുടെ രക്ഷിക്കാമോ എങ്കിലോ എന്ന് വെച്ച് തന്നെ ഞാൻ എന്റെ ശുശ്രൂഷയെ പുകഴ്ത്തുന്നു. അവരുടെ ഭ്രംശം ലോകത്തിന് നിരപ്പിന്റെ ഹേതുവായി എങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താ? ആദ്യം ഭാഗം വിശുദ്ധമെങ്കിൽ പിണ്ടം മുഴുവൻ അങ്ങനെ തന്നെ. വേറെ വിശുദ്ധമെങ്കിൽ കൊമ്പുകളും അങ്ങനെ തന്നെ. കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായി നിന്നെ അവരുടെ ഇടയിൽ ഒട്ടിച്ചു. വായിച്ചു ആന്റി. 17 തൊട്ട് വായിച്ചു. 17 തൊട്ട് വായിച്ചു. ഒലിവ് മരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നു. എങ്കിലും കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നുവെങ്കിൽ വേരിനെയല്ല നിന്നെ അത്ര ചുമക്കുന്നത് എന്നോർക്കാം. എന്നാൽ എന്നെ പൊട്ടിക്കേണ്ടതിന്റെ കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞു എന്ന് നീ പറയും. ശരി, അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി. വിശ്വാസത്താൽ നിൽക്കുന്നു, ഞെളിയാതെ ഭയപ്പെടുക. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേ. ആകയാൽ ദൈവത്തിന്റെ ദയയും ഖണ്ഡിതവും കാണുക. വീണതിൽ ദൈവത്തിന്റെ ഖണ്ഡിതവും നിന്നിലോ നീ ദയയിൽ നിലനിന്നാൽ ദയയിൽ തന്നെ, അല്ലെങ്കിൽ ദൈവം ഛേദിക്കപ്പെടും. അവിശ്വാസത്താൽ നിലനിൽക്കാൻ ഞാൻ അവനെ കൂടെ പൊട്ടി, അവരെ വീണ്ടും പൊട്ടിപ്പാൻ ദൈവം ശക്തനാണ്. സ്വഭാവത്താൽ കാട്ടുമരമായതിൽ നിന്ന് നിന്നെ മുറിച്ചെടുത്ത് സ്വഭാവത്തിന് വിരോധമായി നല്ല ഒഴുകുമരത്തിൽ ഒട്ടിച്ചുവെങ്കിൽ സ്വാഭാവിക കൊമ്പുകളായവരെ സ്വന്തമായ ഒഴുകുമരത്തിൽ എത്ര കണ്ടോ? നമ്മളെ കാട്ടൊലിവായിരുന്ന നമ്മളെ വെട്ടിയെടുത്ത് നാട്ടൊലിവിനോട് ഒട്ടിച്ച് ചേർത്തത് നമ്മൾ ദൈവത്തിന് ഫലം കായ്ക്കേണ്ടതിനാ. നമ്മളെ ഒട്ടിച്ചു ചേർത്തു. ഇന്ന് നമ്മൾ ഫലം കായ്ക്കുന്നുണ്ടോ? നമ്മൾ ഫലം കായ്ക്കപ്പെടണം, അതിനുവേണ്ടിയാ. പക്ഷെ നിങ്ങളിത് പഠിക്കണം. അതിനാ വചനം 1 കൊരിന്ത്യർ 10 പൗലോസ് എഴുതിയേക്ക, ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ചത് നമുക്ക് സംഭവിക്കരുത്. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നിങ്ങൾക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. എബ്രായ ലേഖനം 3:4-1, ഗലാത്യ ലേഖനം 5:20. നിന്റെ ഫ്ലഷിനെ നീ ക്രൂശിക്കണം. ഗലാത്യ ലേഖന ടൈറ്റിൽ എന്തുവാ? ടൈറ്റിൽ ഒന്ന് വായിച്ച ഗലാത്യ ലേഖനത്തിന്റെ. അവിടെയും ഇവിടെയും വിളിച്ചു വേർതിരിക്കപ്പെട്ട വിശുദ്ധന്മാർക്ക് എഴുതുന്നെന്ന് പറഞ്ഞുകൊണ്ടല്ലേ തുടങ്ങുന്നേ. പക്ഷെ ഗലാത്യ ലേഖനത്തിന്റെ ടൈറ്റില്
ഞാൻ വായിക്കാം. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനും മനുഷ്യനാലുമല്ല, യേശു ക്രിസ്തുവിനാലും അവനെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും മാത്രം. അപ്പോസ്തലനെ വായിച്ചു ആന്റി, വായിച്ചു. അപ്പോസ്തലനായ പൗലോസ് കൂടെയുള്ള സകല സഹോദരന്മാരും ഗലാത്യ സഭകൾക്ക് എഴുതുന്നു. പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായുള്ള ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ട ലോകത്തിൽ നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെ ഏൽപ്പിച്ചു കൊടുത്തവനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകും. കണ്ടോ, അവിടെ എഴുതിയേക്കുന്നത് വിശുദ്ധന്മാർക്ക്. താഴോട്ട് വായിക്കും. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ മാറിപ്പോയി. കണ്ടോ, വേറെ സുവിശേഷത്തിലേക്ക് മാറിപ്പോയി. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ പൗലോസ് 5:24 പറയാ, നിങ്ങളുടെ ജഡത്തെ ക്രൂശിക്കണം. ജഡത്തെ ഉരിഞ്ഞു കളഞ്ഞതല്ലേ? യേശു സ്നാനപ്പെട്ടവൻ ജഡത്തെ കുഴിച്ചിട്ടതല്ലേ? പിന്നെ എന്തിനാ ജഡത്തെ ക്രൂശിക്കാൻ പറയുന്നത്? അത് വിശ്വാസത്താൽ പ്രോഫറ്റിക്കലി ചെയ്യാം. ഞാൻ വിശ്വാസത്താൽ എൻ്റെ ജഡമനുഷ്യനെ കുഴിച്ചിടുന്നു എന്ന് കാണിച്ചു. പക്ഷെ എൻ്റെ ജഡം ചത്തിട്ടില്ല. ജഡത്തെ കൊല്ലണം. എങ്ങനെ കൊല്ലണം? വചനത്താലും പരിശുദ്ധാത്മാവിനാലും. മനസ്സിലാവുന്നുണ്ടോ? ഇതെല്ലാം പറഞ്ഞേക്കുന്നത് അതിൻ്റെ ബാലൻസ്ലി പഠിക്കണം. നിങ്ങൾ ഇനി ഓരോ നോക്കൂ. ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്, ഇതെല്ലാം ഓരോന്നോരോന്ന് ഞാനിപ്പോൾ പറഞ്ഞു. ഇനി നിങ്ങൾ നോക്കിയേ, ഇതൊക്കെ നിങ്ങൾക്ക് അല്പം ക്രിട്ടിക്കായിട്ടുള്ള ചില ആൾക്കാർ ക്രിട്ടിക്കായിട്ട് ചോദിക്കുന്നുണ്ട്. അവർക്ക് ക്രിട്ടിക്കായിട്ടുള്ള ചോദ്യം ചോദിക്കാൻ വേണ്ടി അവരോട് പറഞ്ഞേക്കുക. സാൽവേഷന് 3 ഫേസ് ഉണ്ട്. ഞാനത് പറഞ്ഞു. പാപം വരുമോ? സ്നാനപ്പെട്ടവർക്ക് പാപം വരുമോ? വരും. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എങ്ങനെ പുതിയ സൃഷ്ടിക്ക് എങ്ങനെ പാപം വരുന്നേ? അല്ലേ ഏഞ്ചൽസ് അല്ലേ? ആരും ഏഞ്ചൽസ് അല്ല. ആത്മാവില റിന്യൂ ആയത്. പാപം വരും. മരണം വരുമോ? മരണത്തിന്റെ അറ്റാക്ക് പൗലോസിന് വന്നു. അവിടെ എല്ലാം കിടക്കുന്നു. പൈശാചിക അറ്റാക്ക് വരുമോ? സാത്താന്റെ അറ്റാക്കുകൾ, പ്രിൻസിപ്പാലിറ്റീസ്, അതിന്റെ അറ്റാക്ക് വരുമോ? രോഗങ്ങൾ വരുമോ? സ്പിരിച്വൽ വാർഫെയറിൽ കൂടെ പോണോ? ഇതെല്ലാം വരുമെങ്കിൽ ശാപവും വരും. കേട്ടോ, അതിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് മാറ്റിക്കളയണം. ഒറ്റ കാര്യം കൂടെ കാണിച്ചിട്ട് നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. പ്രൊഡക്ട്സ് ഓഫ് സിൻ, പാപത്തിൻ്റെ പ്രൊഡക്റ്റാണ് മരണം, രോഗം, ദാരിദ്ര്യം, ശാപം, ഈവിൾ സ്പിരിറ്റിൻ്റെ അറ്റാക്ക്, നേച്ചർ ഓഫ് ഫ്ലഷ്. ഇതെല്ലാം എന്തിൻ്റെ പ്രൊഡക്റ്റാ? പാപത്തിൻ്റെ. അല്ലാതെ ശാപത്തിൻ്റെ പ്രൊഡക്റ്റ് അല്ല പാപം. ഇവർ എല്ലാവരും പറയുന്നുണ്ട് പാപം വരും, പക്ഷെ ശാപം വരത്തില്ല. പാപമാണോ വലുത്, ശാപമാണോ വലുത്? ഏതാ വലുത്? പാപമാണോ വലുത്, ശാപമാണോ വലുത്? പാപം വലുത്. പെട്രോളിയത്തിൻ്റെ പ്രൊഡക്റ്റാണ് ഡീസല്, പെട്രോള്, കെറോസിന്, വാസലിന്, ഇങ്ങനെയുള്ള ടാർ, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം. അല്ലാതെ ടാറിൻ്റെ പ്രൊഡക്റ്റ് അല്ല പെട്രോളിയം. മനസ്സിലാ? പെട്രോള് ടാറിൻ്റെ പ്രൊഡക്റ്റാണോ? പെട്രോളിയത്തിൻ്റെ പ്രൊഡക്റ്റാണ് ഡീസൽ. ഡീസലിൻ്റെ പ്രൊഡക്റ്റാണ് പെട്രോളിയം അല്ല. എന്ന് പറഞ്ഞ പാപത്തിൻ്റെ ബൈ പ്രൊഡക്റ്റ് ഇതല്ല. പാപത്തിൻ്റെ ബൈ പ്രൊഡക്റ്റ് മരണോ രോഗമോ എല്ലാം പാപനിമിത്തമാണ് വന്നത്. ശാപം ഉൾപ്പെടെ വന്നത് പാപനിമിത്തമാണ്. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ടവർക്ക് പാപം വരും, പക്ഷെ ശാപം വരത്തില്ലെന്ന് പറഞ്ഞാൽ. അപ്പം വരും, പക്ഷെ മോൻ വരത്തില്ലെന്ന് പറഞ്ഞാൽ അതിനൊരു ലോജിക്കില്ല. പക്ഷേ നിങ്ങൾ ഇതിൻ്റെ ബാലൻസിൽ എന്തുവാ പറയാൻ ആഗ്രഹിക്കുന്നത്? ഒരു രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു വ്യക്തിക്ക് അവൻ്റെ ജീവിതത്തിൽ ആത്മാവാ വീണ്ടെടുക്കപ്പെട്ടത്. അവൻ്റെ ശരീരത്തിൽ ജഡവും അവൻ്റെ ദേഹിയും വീണ്ടെടുക്കാത്തത് കൊണ്ട്, എടുക്കപ്പെടാത്തത് കൊണ്ട്, എടുക്കപ്പെടണം. അതുകൊണ്ട് രോഗം വരാം, ശാപം വരാം. ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ സ്വഭാവങ്ങളായിട്ടോ എവിടെയെങ്കിലും അടിഞ്ഞുകൂടി കിടപ്പുണ്ടെങ്കിൽ ഇത് നമ്മളെ ഉയർത്താൻ വിടത്തില്ല. സമയമാകുമ്പോൾ നമ്മളെ എല്ലാ കാര്യങ്ങളെയും പിടിച്ച് താഴെ കെട്ടിയിടാൻ നോക്കും. നിങ്ങൾ ആ കുറ്റി ഉൾപ്പെടെ വചനത്തിൻ്റെ ശക്തിയിൽ ഊരിക്കളഞ്ഞ് തകർത്ത് കളഞ്ഞ് കർത്താവിൽ പറന്നുയരുക. ഇതാണ് കർത്താവിൻ്റെ വചനത്തിൽ കൂടെ ചെയ്യാൻ പോകുന്നത്. ആരാ നമ്മളെ വിടുവിക്കുന്നത്? നമ്മളെ വിടുവിക്കുന്നത് കാൽവറി ക്രൂശിലെ യേശുവിൻ്റെ രക്തമാണ്. അവിടെ മാത്രമേ ഉള്ളൂ എക്സ്ചേഞ്ചിങ് പ്ലേസ്. അവിടെ മാത്രമേ ഉള്ളൂ. ഒരു പാസ്റ്ററുമല്ല വിടുവിക്കുന്നത്. പക്ഷേ ദൈവം അഭിഷേകം ചെയ്ത പാസ്റ്റേഴ്സിനെ ഉപയോഗിക്കും. സുവിശേഷം പറയാൻ, നരകത്തിൽ നിന്ന് വിടുവിക്കാൻ വരെ കർത്താവ് പറഞ്ഞേക്കുന്നത് ഞാൻ മോശ ഏലിയാവിനെ അവിടെ വെച്ചിട്ടുണ്ടെന്ന്. നരകത്തിൽ കിടന്നുകൊണ്ട് ഒരാൾ പറയുന്നു, കർത്താവേ എൻ്റെ വീട്ടിലോട്ട് എൻ്റെ സഹോദരന്മാരോടെന്ന് പറയുമ്പം ഞാനവിടെ മോശയും പ്രവാചകന്മാരെ ആക്കി വെച്ചിട്ടുണ്ടെന്ന്. കാരണം തമ്പുരാൻ അതിനു വേണ്ടി നിയോഗിക്കപ്പെട്ട ദൈവവൃത്യന്മാരെ ഉപയോഗിക്കും.
ഉപയോഗിക്കും. അതുപോലെ നരകത്തിൽ നിന്ന് വിടുവിക്കാൻ ഉപയോഗിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ അഭിഷേകത്തിന് വേണ്ടി, രോഗശക്തികളുടെ വിടുതലിനും ശാപങ്ങളുടെ വിടുതലിനും ഭൂതങ്ങളുടെ വിടുതലിനും വേണ്ടി മറ്റൊരു ദൈവവൈതലിനെ, അഭിഷേകമുള്ളൊരു ദൈവവൈതലിനെ ഉപയോഗിക്കും. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അപ്പം പക്ഷെ നിങ്ങൾ വിടുതൽ തരുന്നത് യേശുവിൻ്റെ ക്രൂശ. വിടുതൽ തരുന്നത് യേശുവിൻ്റെ ക്രൂശ. ന്യൂ ടെസ്റ്റ്മെന്റിലും നമ്മളാരും ഏഞ്ചൽസ് ആയിട്ടില്ല. നമ്മളെല്ലാം ജഡത്തിൽ വസിക്കുന്നവരാ. ജഡത്തിൽ വസിക്കുന്നത് കൊണ്ട് നമ്മളെ പുതിയ സൃഷ്ടിയായി. എവിടായി? ആത്മാവിൽ. പക്ഷെ ജഡവും ശരീരവും വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. ഈ മർത്യമായത് അമർത്യമായതിനെ, ഈ ജഡീകമായത് ആത്മാവുള്ളതിനെ നീങ്ങി പുതിയ ശരീരം കിട്ടുമ്പോഴാ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് പറയുന്ന വചനം നിവൃത്തിയാകുന്നത്. അതുവരെ നമ്മുടെ ശരീരത്തിൽ പ്രശ്നങ്ങൾ വരാം കേട്ടോ. ഈ പറയുന്ന പഠിപ്പിക്കുന്ന പുള്ളിയോട് ചോദിച്ചാൽ മതി, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ, സ്നാനപ്പെട്ടതാണോ, അഭിഷേകം പ്രാപിച്ചതാണോ? ആണ്. നിങ്ങളെല്ലാം പുതിയ സൃഷ്ടിയാണല്ലോ. നിങ്ങൾക്കുണ്ടായ കുഞ്ഞ് ഏഞ്ചലാണോ അതോ നിങ്ങളെപ്പോലൊരു വ്യക്തിയാണോ? നിങ്ങൾക്ക് ജനിച്ച കുഞ്ഞ് ഏഞ്ചലാണോ? ഇവരെ പോലെ ജഡത്തിലുള്ള ഈ അപ്പൻ്റെ സ്വഭാവം മക്കൾ കാണിക്കുമോ? അമ്മയുടെ സ്വഭാവം കാണിക്കുമോ? മക്കൾ കാണിക്കും. എത്ര പ്രസംഗിക്കുന്ന പാസ്റ്റർ ആണേലും അവരാരും തലമുറകൾ ജനിക്കുമ്പോൾ ഏഞ്ചൽസ് അല്ല, അവരും ഫ്ലഷിലുള്ളവരാ. മനസ്സിലാവുന്നുണ്ടോ? അവരും അപ്പൻ്റെയും വല്യപ്പൻ്റെയും സ്വഭാവം കാണിക്കും. പക്ഷെ ഇതിനെ ബ്രേക്ക് ചെയ്യാം. ഇതിനെ വചനത്തോടുകൂടെ ബ്രേക്ക് ചെയ്യാം. ബ്രേക്ക് ചെയ്ത് നിങ്ങൾക്ക് ആള് മാറിയവനെ പോലെ മാറാം. നമുക്കിനി ഓരോ വിഷയങ്ങളിലേക്ക് തുടങ്ങാം. നമ്മളെല്ലാം, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞൊരു ഫാമിലി ട്രീയാ. ഫാമിലി ട്രീ. നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ചോദിച്ച ചോദ്യം ഒന്നും കൂടെ ചോദിച്ചിട്ട് വരിക. ഫിസിക്കലി നിങ്ങളുടെ അപ്പൻ്റെ അമ്മയുടെ സ്ട്രക്ചർ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ സ്ട്രക്ചർ നിങ്ങളുടെ മേലുണ്ടോ? ഉണ്ട്. നിങ്ങളുടെ അപ്പൻ്റെ അമ്മയുടെയും ഉള്ള സ്ട്രക്ചർ നിങ്ങളുടെ മേലുണ്ട്. അപ്പനും അമ്മയിലും അല്ലെ വീട്ടിലുള്ള ചില വീട്ടിലുള്ള ഇന്നലെ ആൻറ്റി രാവിലെ വരും പറയായിരുന്നു, എൻ്റെ മാവിയെ ഇന്നലെ ആൻറ്റി കണ്ടു. മാവിയെ കാണുമ്പോഴറിയാം ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരുടെയും ഒരേ ഷേപ്പാണ്. ഞാൻ ആൻറ്റിയോട് പറയാം, ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും നല്ല ഹൈറ്റാണ്. ഞങ്ങളുടെ വീട്ടിലുള്ള ആർക്കും വലിയ വണ്ണമില്ല, എല്ലാവരും നല്ല ഹൈറ്റ് ഉള്ളവരാണ്, നല്ല അത്ലറ്റിക് ബോഡി ഉള്ളവരാണ്. അപ്പോൾ അങ്ങനത്തെ അല്ലേ. ചില വീട്ടിലെ ആൾക്കാരാണെങ്കിൽ വെളുത്തിരിക്കുന്നവരെല്ലാവരും, ചില വീട്ടിലെ എല്ലാവരും കറുത്തിരിക്കുന്നവരാണ്, ചില വീട്ടിലെ ആൾക്കാർക്കെല്ലാം ഓരോ ടൈപ്പിലാണ്, അവരുടെ മുഖ ഷേപ്പിൽ അറിയാം. അപ്പം ഓരോ വീട്ടിലുള്ള മക്കളെ കാണുമ്പോൾ അറിയാം അവരേത് കുടുംബത്തിലെയാണ്. കാരണം ആ ഫാമിലി ട്രീ ഇമ്പോർട്ടൻ്റാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഫിസിക്കൽ സ്ട്രക്ചർ വരും, സൈക്കോളജിക്കൽ സ്ട്രക്ചർ വരും, ഇതൊക്കെ പറഞ്ഞതാണ്. ഇമോഷണൽ പാറ്റേൺ വരും, സ്പിരിച്വൽ പാറ്റേൺ വരും, ക്യാരക്ടർ വരും, സിക്നസ്സസ് വരും, ബ്ലെസ്സിങ് വരും, കേഴ്സ് വരും. ആ കുടുംബത്തിലുള്ള എന്തൊക്കെയുണ്ടോ മൊത്തം ഒരു മരത്തേന്ന് വീണ വിത്ത് ഏത് കൊമ്പീന്ന് വീണതാകട്ടെ, വലത്തെ കൊമ്പീന്ന ഒരു മാങ്ങ വീണത്, ഇടത്തെ കൊമ്പീന്ന ഒരു മാങ്ങയുടെ ബീജം വീണത്, വലത്തെ കൊമ്പീന്ന് വീണതുകൊണ്ട് അതിന് പുളിയും മറ്റേതിന് മധുരവും ആയിരിക്കുമോ? നമ്മുടെ ലൈഫിലും അല്ലേ? നിങ്ങൾക്ക് ഞാൻ കൃഷിയെക്കുറിച്ച്, ഒരു വാഴയുടെ വിത്ത് അതിൻ്റെ ചുവട്ടിൽ നിന്ന് പിരിച്ചു വേറെടുത്ത് കൊണ്ട് വെച്ചാൽ അതൊരിക്കലും വേറെ വാഴയാകത്തില്ല. അതിൻ്റെ ആ മദർ ആ ബനാന എങ്ങനായിരുന്നോ, ട്രീ എങ്ങനായിരുന്നോ അതുപോലെ തന്നെ വരത്തുള്ളൂ. നമ്മൾ ജനിച്ച കുടുംബത്തിലെ എന്തൊക്കെയുണ്ടോ അത് നിങ്ങളുടെ മേലും കാണും. പ്രത്യേകിച്ച് മാതാവും പിതാവും അവരുടെ രണ്ടുപേരുടെയും ലൈനിൽ കൂടെ നിങ്ങൾ പഠിക്കണം. കാരണം ചിലരുടെ ലൈഫിലേക്ക് വന്നേക്കുന്നത് മാതാവിൻ്റെ ലൈനിൽ നിന്നാണ്, ചിലരുടെ ലൈഫിൽ വന്നേക്കുന്നത് പിതാവിൻ്റെ ലൈനാണ്. അത് നിങ്ങളുടെ ഒരു ഫാമിലി ട്രീ നിങ്ങൾ ഉണ്ടാക്കണം. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടേഴ്സ് ചോദിക്കുന്നത് നിങ്ങളുടെ വല്യപ്പന് ഈ രോഗമുണ്ടായിരുന്നോ, വല്യമ്മയ്ക്ക് രോഗമുണ്ടായിരുന്നോ, അമ്മാച്ചനുണ്ടോ, അമ്മാവിക്കുണ്ടോ, ഇങ്ങനെ ചോദിക്കുന്നത് എന്തിനാ? ഇത് ജെനറ്റിക് ആണോ, ഹെറിഡിറ്ററി സിക്നസസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയാണ്. ഇന്ന് ജെനറ്റിക് എൻജിനീയറിംഗ് ഉള്ളത് കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാം അതിനകത്ത് എത്രാമത്തെ ക്രോമസോമിൽ ആ പ്രോബ്ലം ഉള്ളതെന്ന് കണ്ടുപിടിക്കാം. അടുത്തടുത്ത് ചെക്ക് ചെയ്ത് ഇത് ഏത് കുടുംബത്തിൽ നിന്ന് വന്നാൽ ചെക്ക് ചെയ്യാം, കണ്ടുപിടിക്കാൻ പറ്റും. ജെനറ്റിക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനത്തെ എൻജിനീയറിംഗ് ഉണ്ട്. DNA ഘടനകൾ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കണ്ണടച്ചിട്ട് ഇതൊന്നും ഇല്ല. നിനക്ക് 10ാം ക്ലാസ് തോറ്റ നിനക്കിപ്പോൾ എന്തോ പറഞ്ഞാൽ മനസ്സിലാകാൻ.
10ാം ക്ലാസ് തോറ്റ് ബൈബിൾ കോളേജിലെങ്ങാണ്ട് പോയ നിനക്ക് എന്ത്? ഒരു മനുഷ്യൻ നല്ലൊരു ബാൻഡ് വിഡ്ത്ത് വേണം, ഒരു ഗ്രഹിക്കാൻ പറ്റിയ കപ്പാസിറ്റി വേണം. അല്ലാതെ എല്ലാത്തിനെയും കണ്ണടച്ച് ആത്മീയത്തിൽ മുക്കിക്കളയാൻ നോക്കല്ല. കാരണം നല്ല അറിവുള്ളവർ പഠിപ്പിക്കുമ്പോൾ അവരവരുടെ അറിവിലാണ് പഠിപ്പിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ദൈവവചനം നമ്മൾ ചെറുതായിട്ട് പറയുന്നതും അത് ഓപ്പണായിട്ട് നമ്മുടെ ചർച്ചിലുള്ള നിങ്ങളൊക്കെ ക്വാളിഫൈഡാണ്. നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവും. ചിലർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവും, കാരണം അവരുടെ ബ്രെയിനെ നാരോ മൈൻഡ് സെറ്റാണ്. അവരെ പഠിപ്പിക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നോക്കിയേ, ഇത്തുള്ള സ്ട്രക്ചർ ഇതെല്ലാം വരും. ഫാമിലി ട്രീ നിങ്ങൾക്കിത് ഞാൻ മുന്നോട്ട് വരുമ്പം സ്വഭാവങ്ങളിൽ നിന്ന് ഞാൻ പഠിപ്പിക്കാം, രോഗങ്ങളിൽ നിന്ന് പഠിപ്പിക്കാം. രോഗങ്ങളിൽ നിന്ന് നോക്കിയേ, നോഹയുടെ കാലത്തു നിന്ന് വന്ന അപ്പൻ പറഞ്ഞതുപോലെ തന്നെയൊക്കെ വന്നേക്കുന്നത്. ഹാമിനെ കനാനെ ശപിച്ചു അല്ലേ? കനാനെ ശപിച്ചു. അവൻ്റെ ലൈനിൽ നിന്നുള്ള എല്ലാ കേസ്റ്റ് ജാതികൾ ഉണ്ടായിരിക്കുന്നത്. അവൻ്റെ ലൈനിൽ നിന്നാണ് നിമ്രോദ് വരുന്നത് അല്ലേ? ഓരോ നോക്കിയോ, നിമ്രോദ് എവിടെ വരുന്നത് അല്ലേ? നിമ്രോദ് വരുന്നത് ഹാമിൻ്റെ സന്തതിയിൽ നിന്ന്. എന്ത് ചെയ്യും ഹാമിൻ്റെ നിമ്രോദ് ഉണ്ട്. കൂഷ് എന്ന് വെച്ചാൽ ആഫ്രിക്കയാ. മിസ്രൈമ. പുത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർക്കുന്നില്ല. കനാനിൽ ഒത്തിരി പേരാൻ ജാതികൾ. നിമ്രോദ് ഉണ്ടോ? ഇവിടെ നിന്നുകൊണ്ടാണ് നോക്കിയേ, ആ ദേശത്തു നിന്നാണ് അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിക്കുന്നത്. അർപ്പഷാദിൻ്റെ ലൈനി വരുന്നതാണ്. അബ്രഹാമിനെ വിളിച്ചു. ഇതിൻ്റെ ജീനിയോളജി നിങ്ങൾ പഠിക്കണം. ഹാമിൻ്റെ സന്തതിയിൽ നിന്ന് വരുന്നവന് ഈ നിമ്രോദാണ് കോട്ട പണിയുന്നത്, ബാബേൽ കോട്ട പണിയുന്നത്. നോക്കിയേ, ഒരു ഫാമിലിയുടെ ട്രീ നിങ്ങൾ തന്നെ ഉണ്ടാക്കണം. മിനിമം 10 തലമുറ പുറകിലോട്ട് നിങ്ങൾ ഉണ്ടാക്കാൻ നോക്കണം. അറിയത്തില്ലായിരിക്കാം, പക്ഷെ എവിടുന്നെങ്കിലും കുടുംബത്തിൻ്റെ ചരിത്രങ്ങൾ നോക്കണം. 4 തലമുറയെങ്കിലും കണ്ടുപിടിക്കും. ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ ആ റൂട്ടിലാണ് ചിലത് പിടാൻ പോകുന്നത്. കേൾക്കുന്നുണ്ടോ? ആ റൂട്ടിൽ ഹീലിംഗ് നടക്കണം. ചില കുടുംബത്തിലെ പിള്ളേരുണ്ട്, ഇവരെന്നോ ചെയ്താൽ അനുഗ്രഹിക്കപ്പെടത്തില്ല. അവർക്ക് പൊട്ടൻഷ്യലുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെയുള്ളവരുടെ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട് ദിവസങ്ങൾ. ഞാൻ അവരോട് കാര്യങ്ങളെ പറഞ്ഞിട്ടുണ്ട്. അവരെ വിടത്തില്ല പിശാച്. അവരെ പിടിച്ചു വെച്ചേക്കാം. അവർക്കറിയാം പ്രശ്നം ഉണ്ടെന്നറിയാം. കാരണം പല രീതികളിൽ അവർക്ക് കണ്ടുപിടിച്ചു. അപ്പോൾ ഞാൻ ഒത്തിരി ഒന്നും ഡീറ്റെയിൽ ഞാൻ പറയുന്നില്ല. നോക്കിയേ, അടുത്തതിലേക്ക് നമുക്ക് വരാം. ഇവിടെ തൊട്ട് നമ്മുടെ ക്ലാസ്സുകൾ കുറച്ചും കൂടെ ആഴത്തിൽ വചനത്തിലേക്ക് തുടങ്ങാൻ പോകും. ബൈബിൾ എന്ത് പഠിപ്പിക്കുന്നു എന്ന് നോക്കാം. നമുക്ക് കഥ അങ്ങോട്ട് മാറ്റി വെക്കാം. ബൈബിൾ എന്ത് പഠിപ്പിക്കുന്നു? ബൈബിൾ ഈ വേർഡ് യൂസ് ചെയ്തിട്ടുണ്ടോ? അതോ ആരെങ്കിലും പാസ്റ്റേഴ്സ്, ഞങ്ങളെപ്പോലുള്ള പാസ്റ്റർമാർ യൂസ് ചെയ്യുന്നോ? നമുക്ക് നോക്കാം. ഒത്തിരി വാക്യങ്ങൾ നിങ്ങൾ നോക്കി, ഒരു 4-5 വാക്യങ്ങൾ നോക്കിയോ. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ വായിച്ചു തുടങ്ങിക്കാട്ടെ. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ ഒന്ന് വായിച്ചു തുടങ്ങിക്കാട്ടെ. അവയെ നമസ്കരിക്കോ സേവിക്കോ ചെയ്യരുത്. ആ വേർഡ് നിങ്ങൾ എഴുതി വെക്കണം. നമ്മൾ സേവിക്കുന്ന ദൈവം ഉറക്കം തൂങ്ങിയ ദൈവം അല്ല. നമ്മൾ സേവിക്കുന്ന ദൈവം തൻ്റെ മക്കൾ എങ്ങനെ ആയിരിക്കണം? ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് ചില ഹീലിങ്ങോടെ നടക്കട്ടെ കേട്ടോ. ഞാൻ പ്രാർത്ഥിക്കുക, കർത്താവ് ചിലരൊക്കെ എന്നെ പോലെ കുറച്ച് ചൂടന്മാരാകട്ടെ. ശരി, അകത്ത് കുറച്ച് ചൂട് വരട്ടെ. കർത്താവിൻ്റെ കാര്യം വരുമ്പോൾ നിങ്ങൾക്ക് നല്ല ചൂടായിരിക്കണം. കർത്താവിൻ്റെ കാര്യം വന്നാൽ നല്ല ചൂടായിരിക്കണം. നിങ്ങളുടെ സൈക്കോളജിക്കകത്തും പ്രോപ്പർ ആശയങ്ങൾ വരട്ടെ. പ്രോപ്പർ വിശുദ്ധമായ ആശയങ്ങൾ വരട്ടെ. നല്ല ഹെൽത്തി ആശയങ്ങൾ വരട്ടെ. ഹെൽത്തി ഇമോഷൻസ് വരട്ടെ. അതൊരു അഭിഷേകമാണ്, അതൊരു അനുഗ്രഹമാണ്. അപ്പം തീക്ഷ്ണതയുള്ള ദൈവമാവും. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 4-ാമത്തെ തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ. അതും നിങ്ങൾ എഴുതി വെച്ചു. 1000 തലമുറ വരെ ദയ കാണിക്കുമെന്ന്. എന്ന് വെച്ചാൽ തലമുറകൾ തീരത്തില്ല. ഇന്ന് വരെ വന്നേക്കുന്ന തലമുറയുടെ കണക്ക് ഞാൻ പഠിച്ചിട്ട് കൂടിപ്പോയ ഒരു 200 തലമുറ വന്നിട്ടുള്ളൂ. ആദം തൊട്ട് നോക്കിക്കോ, 200 തലമുറയേ ഉള്ളൂ. പഠിച്ചു നോക്കിക്കോ, കണക്ക് പറയാം. അപ്പം നിങ്ങളവർക്ക് എന്തിനാണ് പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞത്?
ഞാൻ 200 തലമുറ, എക്സാക്ട് 200ാമത്തെ തലമുറ എന്നല്ല, ഏകദേശം 200 അത്രയും വരെ എത്തിയിട്ടില്ലെന്ന എൻ്റെ സ്റ്റഡികൾ. പറയാം, നിങ്ങൾക്ക് തെളിവ് തരാം. അബ്രഹാം തൊട്ട് ആദാം തൊട്ട് 20ാമനായിരുന്നു അബ്രഹാം. ആദം തൊട്ട് 20ാമനായിരുന്നു ആരാ? അബ്രഹാം. ഞാൻ അതിനകത്ത് ജീനിയോളജി ഓടിക്കില്ല. ആദാം 1ാമൻ, 7ാമൻ നോഹ, 10ാമൻ നിങ്ങൾ കേട്ട് സ്വോത്രം പറയാ, ചിന്തിക്കൂടെ ചെയ്യും. ആദാം 1ാമൻ, 7ാമൻ ഹാനോക്ക്, ഞാൻ നോഹ എന്നാ പറഞ്ഞേ, 7ാമൻ ഹാനോക്ക്, 10ാമൻ നോഹ, 13ാമൻ നിമ്രോദായിരുന്നു, പോട്ടെ, 19ാമൻ തേരഹായിരുന്നു, 20ാമൻ അബ്രഹാമായിരുന്നു. ചിന്തിക്കുന്നുണ്ടോ? 20ാമനായിരുന്നു അബ്രഹാം. അബ്രഹാം തൊട്ട് 42ാമത്തെ ജനറേഷനാണ് യേശു കർത്താവ്. അബ്രഹാം തൊട്ട് 42ാമത്തെ ജനറേഷനാണ് ആര്? യേശു. അബ്രഹാം തൊട്ട് 14ാമത്തെ ജനറേഷനാണ് ദാവീദ്. ദാവീദിൽ നിന്ന് 14ാമത്തെ ജനറേഷനാണ് ബാബേൽ പ്രവാസം. ബാബേൽ പ്രവാസത്തിൽ നിന്ന് 14ാമത്തെ ജനറേഷനാണ് യേശു കർത്താവ്. അപ്പം 14, 14, 14, 42. മനസ്സിലായോ? 14, 14, 14, 42. 42 മേളിലോട്ട് നോക്കി, 20 നോക്കിയേ, എത്രയായി? 42, 20 എത്ര? 62. 4000 വർഷത്തിന് 62 തലമുറ ഉള്ളെങ്കിൽ 2000 വർഷത്തിന് എത്ര തലമുറ വരും? 4000 വർഷത്തിന് 62 തലമുറ ഉള്ളെങ്കിൽ ഇനിയിപ്പോൾ 2000 വർഷം കൂടെ എത്ര തലമുറ വരും? അല്ല, അടുത്തൊരു ചുമ്മാ അതൊരു 60 ഗുണം കൊടുത്തു. ഞാനൊരു 60, 60, 120 വെച്ചു. എന്നാൽ 200 ആയോ? എത്ര തലമുറ വരെ ദയ കാണിക്കുമെന്ന് പറഞ്ഞ്? എന്നുവെച്ചാൽ നിന്റെ ലൈഫിൽ ദൈവത്തിൻ്റെ നന്മകൾ അനുഭവിച്ച തീരത്തില്ല. ഒരാൾ നീതി ചെയ്താൽ അത് അബ്രഹാമിനോടുള്ള നീതിയാണ് ഇന്നും ഇസ്രായേൽ അനുഭവിക്കുന്നത്. 1000 തലമുറ കേട്ടോ. അപ്പം നിങ്ങൾ മനസ്സിലാക്കിയേ, തീഷ്ണതയുള്ള ദൈവത്തെ ദൈവം സേവിക്കുന്നത്. മനസ്സിലായേ? നിന്റെ തലമുറയിൽ ഒരു 10 വർഷം ഞാൻ നല്ലവണ്ണം സേവിച്ചു. മോനെ, നിന്റെ ആയുസ് പോയാലും തലമുറ ഇതാ മോശ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, തലമുറയായി എൻ്റെ സങ്കേതമായി പുരാതനയായ ദൈവമാണ്. നമ്മളെ ഒരു ചെറിയ കാലഘട്ടത്തിലേക്ക് വിളിച്ചതാ. ആ കാലഘട്ടം നിങ്ങൾ ഉഴപ്പരായിട്ട് ജീവിക്കരുത്. ആ കാലഘട്ടം യേശുവിനെ അറിഞ്ഞോ. പൗലോസായിരുന്നു ഏറ്റവും നല്ലൊരു മാതൃക. നമ്മുടെ കർത്താവാണ് ഏറ്റവും നല്ല മാതൃക. ശുശ്രൂഷയ്ക്ക് പൗലോസ് കാല് മുന്നോട്ട് വെച്ചു. എന്തൊക്കെ ശക്തി വന്നിട്ടും പുള്ളി പുറകിലോട്ട് തിരിഞ്ഞു പോലും നോക്കിയില്ല. പുറകിലോട്ട് തിരിച്ച് കാല് വെക്കാൻ സ്ഥലം ഉണ്ടെന്ന് പോലും നോക്കി. പുള്ളി മുന്നോട്ട് തന്നെ നോക്കി, അല്ലേ? പുള്ളി കാല് വെച്ചു, പിന്നെ കാല് പുറകിലോട്ട് എടുത്തിട്ടില്ല. പുള്ളി മുന്നോട്ട് തന്നെ. ആ മനസ്സ് അങ്ങനായിരുന്നു, തൻ്റെ മനോഭാവം അങ്ങനായിരുന്നു. നമ്മൾ സേവിക്കുന്ന ദൈവം തീഷ്ണതയുള്ളവനാണ്. പുതിയ നിയമത്തിലെ ദൈവത്തിന് തീഷ്ണത കുറഞ്ഞു പോയിട്ടൊന്നുമില്ല കേട്ടോ. അവൻ അൽപ്പയും ഒമേഗയും അഗ്നിജ്വാലയ്ക്കകത്തുള്ള കണ്ണുള്ളവനും അവൻ. അത് യേശുവിനെ കുറിച്ച് പറയുന്നതാണ്. അപ്പം നിങ്ങളുടെ ഉള്ളിലെല്ലാം ദൈവത്തിന് വേണ്ടിയുള്ള സ്റ്റെപ്പ് വെക്കാനുള്ള തീവ്രത എൻ്റെ കർത്താവും പരിശുദ്ധാത്മാവും നിങ്ങളുടെ മേൽ പകരട്ടെ. വായിച്ചോ ആണ്ടി. അടുത്ത 3ാമത്തെ 4ാമത്തെ തലമുറ വരെ കണക്കെടും പിതാക്കന്മാരുടെ അകൃത്യം. അടുത്ത വാക്യം വായിച്ചോ, പുറപ്പാട് 34:7. 1000 ദയ പാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മേലും 3ാമത്തെ 4ാമത്തെ തലമുറയോളം സന്ദർശിക്കുന്നു. കണ്ടോ? 3ാമത്തെ 4ാമത്തെ തലമുറയോളം സന്ദർശിക്കുന്നവൻ അകൃത്യം. ആ വേർഡ് നിങ്ങൾ കേട്ടോ. ഇനി അടുത്ത വേർഡ് വായിച്ചു, സംഖ്യാപുസ്തകം 14:17. സംഖ്യാപുസ്തകം 14:17. സംഖ്യാപുസ്തകം 14 വായിച്ചോ സിസ്റ്ററെ, കിട്ടിയെങ്കിൽ വായിച്ചോ. യഹോവ ദീർഘക്ഷമയും മഹാദയമുള്ളവൻ, അകൃത്യവും ലംഘനവും ക്ഷമിക്കുന്നവൻ, കുറ്റക്കാരനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം 3ാമത്തെ 4ാമത്തെ തലമുറയോളം മക്കളുടെ മേൽ സന്ദർശിക്കുന്നവൻ എന്നിങ്ങനെ നീ അരുളി ചെയ്തതുപോലെ കർത്താവേ, ഇപ്പോൾ അവിടുത്തെ ശക്തി വലുതായി. കണ്ടോ? അവിടെയും പറയുക പിതാക്കന്മാരുടെ അകൃത്യം
ആ വേർഡ് നോട്ട് ചെയ്തു. അകൃത്യം, അകൃത്യം, അകൃത്യം. മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുമെന്ന്. ഇനിയും ആവർത്തന പുസ്തകം 5:9-10. ആവർത്തന പുസ്തകം 5:9-10. ആ ആ കണ്ണ കണ്ടോ, അവിടെയും പറഞ്ഞേക്ക അകൃത്യം. പുറപ്പാട് ലേവ്യ പുസ്തകത്തിലുണ്ട്, ഞാൻ എടുത്തു കാണിച്ചു തരാം. പുറപ്പാടിലുണ്ട്, ലേവ്യയിലുണ്ട്, സംഖ്യയിലുണ്ട്, ആവർത്തനത്തിലുണ്ട്. എല്ലാ അധ്യായത്തിലും 4 ബുക്കുകളിൽ ദൈവം വ്യക്തതയോടെ പറഞ്ഞേക്കാം, പിതാക്കന്മാരുടെ അകൃത്യം ഞാൻ മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ കണക്കെടുക്കും. ലേവ്യ പുസ്തകത്തിലെ വാക്യം ഞാൻ മുൻപോട്ട് വരുമ്പോൾ എടുത്ത് കാണിക്കാം. മുമ്പോട്ട് വരും, എടുത്ത്. ലേവ്യ പുസ്തകം 26 കിടപ്പുണ്ട് കേട്ടോ, 26 ഞാൻ എടുത്തു തരാം. അത് എടുത്തു തരാം, നിങ്ങളിപ്പം വായിക്കേണ്ട. ആ അധ്യായം മൊത്തം കിടപ്പുണ്ട്, അധ്യായം മൊത്തം. നിങ്ങൾ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ ചെറുകെ നിങ്ങളെ പഠിപ്പിക്കുക. കാരണം കാര്യങ്ങൾ അടുക്കിന് ഗ്രഹിച്ചു പോകണം. ഒന്നാമത്തെ കാര്യം, ദൈവം ഇവിടെ പറഞ്ഞേക്കുന്നത് പറഞ്ഞേക്കുന്ന വേർഡ് അകൃത്യം എന്നാണ് പറഞ്ഞേക്കുന്നത്, പാപം എന്നല്ല പറഞ്ഞേക്കുന്നത്, അകൃത്യം എന്നാണ് പറഞ്ഞത്. എന്തുവാ അകൃത്യമെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അകൃത്യമെന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ 3ാമത്തെ ഡിഗ്രിയാണ്. എന്തുവാണ് പാപം എന്നുള്ളത് പറഞ്ഞു തുടങ്ങാം. പാപമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗ്രീക്ക് വേർഡ് ഹമാട്ടിയ എന്നാണ്. ഹമാട്ടിയ എന്നുള്ള വേർഡിൻ്റെ അർത്ഥം ലക്ഷ്യം തെറ്റിപ്പോയെന്നാണ് കേട്ടോ. ഹമാട്ടിയ എന്നുള്ള വേർഡിൻ്റെ അർത്ഥം ലക്ഷ്യം തെറ്റിപ്പോയി എന്ന് വെച്ചാൽ ഒരു അമ്പെയ്യാൻ അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യാൻ ഒരു പോയിന്റ് ഉണ്ട്. ഇങ്ങനെ ഒരു ബോർഡ് വെച്ച് വെക്കുക, ഇങ്ങനെ ഒരു ബോർഡിനകത്ത് ഇത് വെച്ച് വെക്കുക. ഒരാൾ ദൂരെ നിന്ന് അമ്പെയ്യുക, ഷൂട്ട് ചെയ്യുക, ആരോ ചെയ്യുക. അപ്പം അത് ഇവിടെ കൊണ്ടില്ല, കറക്റ്റ് ഇവിടെയാണ് കൊള്ളേണ്ടിയത്, ആ പോയിന്റിലാണ് കൊള്ളേണ്ടത്, കൊണ്ടില്ല. അതിന് വെളിയിലോട്ട് പോയി കഴിഞ്ഞാൽ അതിന് വിളിക്കുന്ന പേര് ഹമാട്ടിയ, ലക്ഷ്യം തെറ്റിയെന്നാണ്. ലക്ഷ്യം തെറ്റി അതിന് വിളിക്കുന്ന പേരാണ് ഒരാളെ ഏൽപ്പിച്ച ആ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റി, അതിനാണ് പാപമെന്ന് വിളിക്കുന്നത്. അവനിൽ നിന്ന് അത് എക്സ്പെക്റ്റ് ചെയ്തില്ല, അവർ ലക്ഷ്യം തെറ്റി, അവരെ വിളിച്ച വിളിയിൽ നിന്ന് ലക്ഷ്യം തെറ്റി, അതിനാണ് പാപം എന്നുള്ള വേർഡിന് ഹമാട്ടിയ എന്നുള്ള ഒറിജിനൽ ലാംഗ്വേജ് ഉദ്ദേശിക്കുന്നത്, പാപം. ഇനി ഒരു വ്യക്തിയുടെ ലൈഫിൽ പാപം വരാം, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട വ്യക്തിയുടെ ലൈഫിലും പാപം വരാം. വരുമ്പോൾ എന്തു ചെയ്യണം? ആ പാപം എവിടെയെങ്കിലും വന്നാൽ നിങ്ങൾ ഉടനെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് കൺവിക്ഷൻ വേഗത്തിൽ ദൈവാത്മാവ് തരും. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അത് വരുന്ന ഉടനെ നമ്മൾ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് കണ്ണുനീരോടോ ഏറ്റുപറഞ്ഞാൽ കർത്താവ് ക്ഷമിക്കും. അത് കണക്കിടത്തിൽ കർത്താവിനറിയാൻ നമ്മൾ ബലഹീനരാണെന്ന്, അതുകൊണ്ട് കർത്താവ് നമ്മളോട് ക്ഷമിക്കും. ഇനി അത് വിശ്വാസികളുടെ കാര്യം. അവിശ്വാസികളുടെ കാര്യത്തിലോ? അവർക്ക് പരിശുദ്ധാത്മാവില്ല, അവർക്ക് യേശുവിനെ അറിയത്തില്ല. അവരുടെ കാര്യത്തിലോ? അവരുടെ മനസാക്ഷിയിൽ അവർക്ക് കുത്തുകൊണ്ടിട്ട്, അവർക്ക് പരിശുദ്ധാത്മാവില്ല, അവരുടെ മനസാക്ഷിയിൽ കുത്തുകൊണ്ടിട്ട് അയ്യോ ഞാൻ അത് ചെയ്യേണ്ടിയില്ലായിരുന്നു, അത് നല്ലതായിരുന്നില്ല എന്ന് ഇനി അത് ഞാൻ ചെയ്യത്തില്ല എന്ന് മനസാക്ഷി കുത്തുകൊണ്ട് അങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ മതി. ഉയരത്തിലെ ദൈവം, മനസാക്ഷി അറിയുന്ന ദൈവം അത് ക്ഷമിക്കും. നമുക്കെങ്ങനെ? നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ബോധ്യം തരും, കാരണം നമ്മുടെ ഉള്ളിൽ ആത്മാവുണ്ട്. അവർക്ക് പരിശുദ്ധാത്മാവില്ല, യേശുവില്ല. അവർക്ക്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പിതാക്കന്മാരുടെ കാര്യം നിങ്ങൾ ഓർത്തോ, അവർക്ക് യേശുവില്ല. മനസ്സിലാവുന്നുണ്ടോ? ദൈവം ക്ഷമിക്കും. എന്നാണ് പാപം ഏറ്റു പറയേണ്ടത്? ബൈബിള് പറയുന്നു, നീ കൺവിക്ഷൻ കിട്ടുന്ന ഉടനെ തന്നെ ഏറ്റു പറയണം. 2, എന്ന് പാപം ചെയ്തോ അന്നത്തെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ. നമ്മളോർക്ക് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ എല്ലാ ദിവസവും സൂര്യൻ അസ്തമിക്കുന്നുണ്ടല്ലോ, അപ്പം നാളെ ആട്ടെന്ന് പറയാം. അങ്ങനല്ല, നീ എന്ന് പാപം ചെയ്തോ അന്നത്തെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ നീ ക്ഷമ ചോദിച്ചിട്ടേ കിടക്കാവൂ. ഇതാണ് ബൈബിളിൻ്റെ പ്രമാണം. നിങ്ങൾക്ക് 2 മനസ്സിലായോ? വിശ്വാസികളുടെ കാര്യവും അവിശ്വാസികളുടെ കാര്യവും മനസ്സിലായോ? വിശ്വാസികൾക്ക് പരിശുദ്ധാത്മാവുണ്ട്, അവിശ്വാസികൾക്കോ പരിശുദ്ധാത്മാവില്ല. രണ്ടാമത്തേത് ട്രസ്പാസ് എന്ന് പറഞ്ഞാൽ ആ വേർഡിൻ്റെ അർത്ഥം ഓവർ ദി മാർക്ക് എന്ന് വെച്ചാൽ ഇവിടെ ആയിരുന്നു എയ്യേണ്ടിയത്, ഇതിൻ്റെ എല്ലാം വെളിയിലിങ്ങി പോകും.
ഇതിൻ്റെ എല്ലാം പരിധിയുടെ വെളിയിൽ പോയി. ഓവർ ദി മാർക്ക്. ആ വേർഡ്, നിങ്ങൾ ആ വേർഡ് ശ്രദ്ധിച്ചേക്കണേ. പാപം വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ അത് ട്രസ്പാസ് ആകും. പാപം വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ അതെന്തായിത്തീരും? ട്രസ്പാസ്, അല്ലെ ട്രാൻസ്ഗ്രഷൻ ആകും. നമ്മളാണെങ്കിലും അത് ഏറ്റു ഉപേക്ഷിച്ചു വീണ്ടും വീണ്ടും അതിൻ്റെ കൂടി പോയാൽ പ്രശ്നമാണ്. നമ്മുടെ പിതാക്കന്മാർ അവർ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, അവർക്ക് യേശുവിനെ പരിചയമില്ലാത്തവരായിരിക്കാം, അല്ല ഇത്രയും വചനത്തിൻ്റെ ആഴം കിട്ടിയില്ല. വചനത്തിൻ്റെ ആഴം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും തെറ്റ് ചെയ്താൽ ശിക്ഷയുണ്ട്, കോൺസിക്വൻസ് ഉണ്ട്. അത് പിന്നെ രക്ഷപ്പെടാൻ ഉപാധിയല്ല. അപ്പോൾ പിതാക്കന്മാർക്ക് അറിയത്തില്ലായിരുന്നു. അവരും പാപം വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെട്ടപ്പം അതെന്തായി തീർന്നു? ട്രാൻസ്ഗ്രഷൻ അല്ലെങ്കിൽ ട്രസ്പാസ്, മലയാളത്തിൽ ലംഘനം. ഇനി അടുത്തത് ഇനീക്വിറ്റി എന്ന് പറഞ്ഞ വേർഡിൻ്റെ അർത്ഥം. നോയിങ്ലി റിബൽ അഗൈൻസ്റ്റ് ഗോഡ്സ് ലോ. എനിക്കറിയാം ഇതൊക്കെ പാപമാണ്, ഇന്ന നിയമം തെറ്റാണെന്ന് എനിക്കറിയാം. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഞാൻ ചെയ്യും, അതെൻ്റെ ഇഷ്ടമാണ്. നോയിങ്ലി റിബൽഡ് അഗൈൻസ്റ്റ് ഗോഡ്സ് ലോ, കോൺഷ്യസ്ലി അവർക്കറിയാം. എടുക്കരുത്, മോഷ്ടിക്കരുത്, പാവങ്ങളെ ഉപദ്രവിക്കരുത്, മറ്റുള്ളവനെ അടിക്കല്ല്, നിനക്ക് ഒരാളുടെ മേൽ കൈവെക്കാൻ റൈറ്റ് ഇല്ല, പാവപ്പെട്ടവനെ പീഡിപ്പിക്കാൻ റൈറ്റ് ഇല്ല. ഒക്കെ എനിക്കറിയാം. അതിന് കേസ് വരും, വരട്ടെ, ഞാനത് നോക്കും. നോയിങ്ലി റിബൽ അഗൈൻസ്റ്റ് ഗോഡ്സ് ലോ, അതിനെ വിളിക്കുന്ന പേരാണ് ഇനീക്വിറ്റി, അകൃത്യം. അല്ലെങ്കിൽ ട്രസ്പാസ് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ അത് ഇനീക്വിറ്റി ആവും. ക്ലിയറായോ? പാപം വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ എന്താവും? ട്രസ്പാസ് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ എന്തായും? ഇനീക്വിറ്റി. അല്ലെങ്കിൽ അവർക്ക് ഡയറക്റ്റ് അകൃത്യത്തിൽ പാപം. എനിക്കറിയാം വിഗ്രഹാരാധന പാപമാ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഇതെൻ്റെ ദൈവത്തിന് ഇഷ്ടമല്ല, ദൈവത്തിന് അങ്ങനെ പലതും ഇഷ്ടമല്ല. ചിലർ അകത്തങ്ങ് റിബല്യനെ ദൈവം വെറുക്കുന്നു. അങ്ങനെയുള്ളവർ വരണ്ട ദേശത്ത് പാർക്കുന്ന അഹങ്കാരികൾ, മത്സരികൾ, ഇവരൊക്കെ എവിടെ പാർക്കുന്ന? വരണ്ട ദേശത്ത്. അവരുടെ ലൈഫിൽ ഒരു പച്ചപ്പ് കാണത്തില്ല. നോക്കിയേ, ഇനീക്വിറ്റി. നമ്മൾ ഇത് നിമിത്തമാണ് ബൈബിൾ മൊത്തം പറഞ്ഞേക്കുന്നത് പാപമൊന്നല്ല പറഞ്ഞേക്കുന്നത്, ഇനീക്വിറ്റി എന്നാണ് പറഞ്ഞേക്കുന്നത്. പിതാക്കന്മാരുടെ അകൃത്യം ഞാൻ മക്കളുടെ മേലും മക്കളുടെ മേലും കണക്കിടുവെന്ന. അപ്പൊ പാപത്തിന് ദൈവം പലപ്പോഴും അവസരം കൊടുത്ത് കാണും. പിതാക്കന്മാർക്ക് മാനസാന്തരപ്പെട്ടു വരാൻ, മാതാപിതാക്കൾക്ക് മാനസാന്തരപ്പെട്ടു വരാൻ അവസരം കിട്ടി കാണും. അതൊക്കെ കഴിഞ്ഞു, അവരുടെ മനസാക്ഷി കഴിഞ്ഞു. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? മനസാക്ഷി കഴിഞ്ഞു. ലംഘനത്തിനുണ്ട്, പക്ഷെ ലംഘനത്തിന് അത്രയും കർത്താവ് ചോദിക്കുന്നില്ല. ലംഘനത്തിൽ നിന്ന് മടങ്ങി വരാൻ അവസരം ദൈവം കൊടുത്തു കാണും. എന്നിട്ടും അവർ റിബൽ ചെയ്തപ്പോൾ ദൈവം പറഞ്ഞേക്കുന്നത് ഇനിക്വിറ്റി എന്ന് പറഞ്ഞേക്കുന്നത് പിതാക്കന്മാരുടെ അകൃത്യം, പാപമല്ല പറഞ്ഞേക്കുന്നത്, അകൃത്യം ഞാൻ മക്കളുടെ മേൽ സന്ദർശിക്കും. നിങ്ങൾ പറ, ഒരു രാജ്യത്ത് തെറ്റ് ചെയ്യുമ്പം അതിന് കോൺസിക്വൻസ് ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ഒരാൾ കൊലപാതകം ചെയ്തു, അതിനൊരു ശിക്ഷയില്ലെങ്കിൽ നേരെ ഒരാൾക്ക് ഈ ഭൂമി ജീവിക്കാൻ പറ്റത്തില്ല. അതിനാണ് രാജ്യവും കോടതിയും ഒക്കെ അവന് തക്ക ശിക്ഷ കൊടുക്കണം. നിത്യനാം ദൈവം പാപത്തെ കണ്ടിട്ട് കണ്ണടച്ചാൽ അതിന് വിളിക്കുന്ന പേര് ഹീസ് കറപ്റ്റഡ് ജഡ്ജ് എന്നാണ്. നിത്യനാം ദൈവം പാപം കണ്ടിട്ട് കണ്ണടച്ചാൽ ദൈവത്തെ വിളിക്കുന്ന പേരെന്തുവാ? കറപ്റ്റഡ് ജഡ്ജ്. പക്ഷെ എൻ്റെ കർത്താവിനെ വിളിക്കുന്ന പേര് കറപ്റ്റഡ് ജഡ്ജ് എന്നല്ല, നീതിയുള്ള ന്യായാധിപതി എന്നാണ്. അവൻ നീതിയുള്ള ന്യായാധിപതിയാണ്. അപ്പം അവൻ്റെ കണ്ണ് നമ്മുടെ പ്രവൃത്തിയെയും കാണും, നമ്മുടെ ഉദ്ദേശത്തെയും കാണും. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് കൊലപാതകം ചെയ്തവനും അതിന് കൂട്ടു നിൽക്കുന്നവനും ശിക്ഷ കൊടുക്കണം, അതിന് പ്രേരിപ്പിക്കുന്നവൻ. കണ്ടോ, ഇതെല്ലാം ദൈവവചനത്തിന് അടിസ്ഥാനമല്ലോ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലായി ഞാൻ വിശ്വസിക്കുക. കണ്ടോ, ഇവിടെ എല്ലാം പറഞ്ഞേക്കുന്നത് പിതാക്കന്മാരുടെ അകൃത്യം.
പാപവും ലംഘനവും അകൃത്യവുമാണ് ജനറേഷണൽ പ്രോബ്ലങ്ങളോട് കണക്റ്റഡ്. എന്തോ കണക്റ്റഡ്? ജനറേഷണൽ കേഴ്സസിനോട്, പ്രോബ്ലത്തോട് കണക്റ്റഡ് പാപമോ അല്ലെങ്കിൽ ലംഘനമോ അകൃത്യമോ. അകൃത്യമാണ് ഏറ്റവും മുൻപേ. ചില പിതാക്കന്മാർ ചില അകൃത്യം ചെയ്തു, ദൈവം ആ അകൃത്യത്തിനുള്ള ശിക്ഷ കൊടുത്തു. ചില ചെയ്തു, ആ വീട്ടിൽ നിന്ന് ജനിച്ച മക്കൾക്ക് എന്ത് കിട്ടി? ആ ശിക്ഷ കിട്ടി. ആ ശിക്ഷ കിട്ടി. ചില അകൃത്യത്തിനുള്ള ശിക്ഷ രോഗമായിട്ടാണ്. കർത്താവ് പറഞ്ഞു, നീ എൻ്റെ വചനം തെറ്റിച്ചാൽ ഇന്ന ഇന്ന രോഗങ്ങൾ വരും. നീ ഇന്നത് തെറ്റിച്ചാൽ ഇന്നതുപോലെ വരും. നീ ഇന്നത് തെറ്റിച്ചാൽ ഇന്ന. അത് ആ വീട്ടിൽ ജനിക്കുന്ന മക്കളിൽ സിംറ്റംസ് കാണുമ്പം, ഞാൻ ഉദാഹരണം പറയാം. ചില വ്യക്തികൾ സോഡിയാക് സയൻസിനെ, നക്ഷത്രഫലം, വാരഫലം, ഇങ്ങനെയുള്ള അതിൻ്റെ പുറകെ ആയിരുന്നു. ജാതകം ഇങ്ങനെയുള്ളതിൻ്റെ പുറകെ പോയി. ആ വീട്ടിലെ പിള്ളേർക്ക് വരുന്നത് ടൈമിൻ്റെ പ്രശ്നമാണെന്ന് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. കാരണം സൂര്യനും ചന്ദ്രനും ഈ സാധനങ്ങളെല്ലാം ടൈമിൻ്റെ കണക്റ്റഡാണ്. ഈ വീട്ടിലെ പിള്ളേർക്ക് വരുന്നതെല്ലാം ടൈം റിലേറ്റഡ് പ്രോബ്ലം ആയിരിക്കും. നേരെ ഒരു കാലത്ത് ഒന്നും സംഭവിക്കത്തില്ല, എല്ലാം നഷ്ടമായി പോകും. പക്ഷെ വിഗ്രഹാരാധനയ്ക്ക് പോകുന്നവരുടെ ശിക്ഷ വേറെയാണ്. പലതും പല രീതികൾ, ചിലത് മിക്സാണ്, ചിലത് പലത് കാണാം. ചിലർക്ക് വരുന്നത്, ആ വീട്ടിലെ പിള്ളേർക്കെല്ലാം രോഗങ്ങളാണ്. ക്ഷയരോഗം, മാനസിക രോഗം, ചിത്തഭ്രമം, ഭ്രാന്ത്, ഇങ്ങനെയൊക്കെയുള്ള തൊട്ട് തുടങ്ങിയുള്ള ഒത്തിരി ടൈപ്പ് കാര്യങ്ങളാണ് വരുന്നത്. നിങ്ങൾ ഇവിടെ എത്ര മസിൽ പിടിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും അല്ല വിടുതൽ നടക്കണമെങ്കിൽ ഇതിൻ്റെ റൂട്ടിൽ പോയി അതിനോട് കർത്താവിനോട് ക്ഷമ ചോദിക്കണം. പിതാക്കന്മാർ മരിച്ചില്ലേ? ഞാൻ ബൈബിളിൽ നിന്ന് എടുത്തു തരാം. മരിച്ചു പോട്ടെ, അവർ മരിച്ചുപോയി കാണാം. മാതാപിതാക്കൾ മരിച്ചുപോയി കാണാം. പക്ഷെ ദൈവമേ, ആ റൂട്ടിൽ അവർ ചെയ്തത് ഓർക്കല്ലേ? 3ാമത്തെ 4ാമത്തെ തലമുറയോ ചെയ്ത്, ഞങ്ങളുടെ 4 തലമുറ 10 തലമുറ പുറകെ ചെയ്ത് എന്തുവാ ഇതൊക്കെ പറയുന്നതിന് അർത്ഥം ഞാൻ കാണിച്ചു തരാം. കർത്താവേ, അവിടം തൊട്ട് ഇവിടെ കിടന്ന് നിങ്ങൾ എത്ര ശാസിച്ചാലും പോകത്തില്ല. ലീഗൽ റൂട്ട് കിടക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഒരു പുള്ളി തലയിൽ ഒരു കൊട്ട പഴുത്ത മത്തി വെച്ചുകൊണ്ട് പോവാം. മത്തി വെച്ചുകൊണ്ട് പോകുമ്പോൾ കാക്ക മേളിക്കൂടെ പുറ്റിയിട്ട് പറക്കുന്നു. പൂച്ച കരഞ്ഞുകൊണ്ട് പുറകെ വരുന്നുണ്ട്, അതിൻ്റെ പുറകെ പട്ടിയും വരുന്നുണ്ട്. ഇതിനെയെല്ലാം കല്ലെടുത്തെറിയുക പുള്ളി, ഓടിക്കുക. പൂച്ചയെ കല്ലെടുത്തെറിയുന്നു, കാക്കയെ എറിയുന്നു, പട്ടിയെ എറിയുന്നു, എല്ലാം കല്ലെടുത്തെറി. പുള്ളി കല്ല് തപ്പി പുള്ളി അവസാനം കുഴഞ്ഞു. ഒന്നും ചെയ്യണ്ട, നീ തലയിലിരിക്കുന്ന ആ സാധനം എടുത്തങ്ങ് കളഞ്ഞിട്ട് നീ കുളിച്ചിട്ട് ഒറ്റ പോക്ക് വൈദ്യുതി നിന്റെ പുറകെ വരത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? തലയിലിരിക്കുന്ന സാധനം എടുത്ത് കളഞ്ഞിട്ട്, അല്ലെ കാക്കയും വരും, പൂച്ചയും വരും, പട്ടിയും വരും, എല്ലാം. കാരണം അതിനല്ല ഇത് വേണം. ഇതുപോലെ നമ്മൾ മാറ്റേണ്ടിയതിനെ മാറ്റിക്കളഞ്ഞേ പറ്റൂ. അതാ ലീഗൽ കാര്യങ്ങൾ അല്ല. ചിലത് നിങ്ങളുടെ നേരെ അറ്റാക്കാം, അതിന് നിങ്ങൾ ശാസിച്ചാൽ പോവും. യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകുന്ന പറഞ്ഞാൽ അത് പോവും. അത് കാരണം കർത്താവിൻ്റെ സൈന്യം അവനെ പിടിച്ചു മാറ്റും, തകർത്ത് കളയും. പക്ഷെ ചിലത് നിങ്ങൾ മാറ്റിക്കൊടുക്കേണ്ടത് മാറ്റിക്കൊടുക്കാതെ കർത്താവിന് ചെയ്യാൻ പറ്റത്തില്ല. അതിനാ വേർഡ് ഓഫ് ദ ലോർഡ് പഠിക്കേണ്ടത്. നിങ്ങൾക്കിത് ക്ലിയർ ആയോ? ഇത്രേ പിതാക്കന്മാരുടെ അകൃത്യം ഞാൻ മക്കളുടെ മേലും മക്കളുടെ മേലും കണക്കെടുക്കും. അല്പം കൂടെ മുന്നോട്ട് പോവാം. ഇതൊക്കെ ഇത്രയും മനസ്സിലായോ? ഇനിയും എക്സഡസ് 20 പറയുന്നത്. ആരോടാ പറയുന്നത്? ഇസ്രായേൽ മക്കൾ. അപ്പൊ ഇസ്രായേൽ മക്കൾ ആരാ നോക്കാം. കേട്ട, ഇസ്രായേൽ മക്കൾ ആരാ നോക്കാം. ഇത് ജാതികളുടെ മുമ്പിൽ വെച്ചതല്ല, ഇത് ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ വെച്ചതാ. ആരാ ഇസ്രായേൽ മക്കൾ? നോക്കാം. ഇസ്രായേൽ മക്കൾ, നിങ്ങൾ ഈ വാക്യങ്ങളെല്ലാം എഴുതി വെച്ചു. ഞാൻ പെട്ടെന്ന് അങ്ങ് പറയാം. പുറപ്പാട് 12 ചോരത്തളികയും പെസകയും ആചരിച്ചവർ. എന്താ വെച്ചാൽ നമ്മളുടെ കണക്കിലാണ്. പുതിയ നിയമത്തിൽ നോക്കി എഴുതി വെച്ചു. ക്രൂശിലെ പെസക കുഞ്ഞാടിന്റെ രക്തത്താൽ വിടുതലായവർ. പഴയ നിയമത്തിലെ ഇസ്രായേലിനെയും പുതിയ നിയമത്തിലെ ഇസ്രായേലിനെയും രണ്ടിനെയും കൂടെ പറയുക. 2 പുറപ്പാട് 13 പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിൽ നടന്നവർ എന്ന് പറഞ്ഞാൽ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും വിട്ടുമാറാതെ നടത്തിയത്. അത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്ന ഗലാത്യ ലേഖനം. അടുത്തത് പുറപ്പാട് 14 ചെങ്കടൽ കടന്നവർ. കൊരിന്ത്യ ലേഖനം പറയാം അത് സ്നാനത്തിന് നിഴലായിരുന്നു. പുതിയ നിയമം കൂടെ കമ്പയർ ചെയ്ത് പറയാം.
അടുത്തത് പുറപ്പാട് 15, മാറാ മധുരമാക്കി ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന കർത്താവെന്ന് മനസ്സിലാക്കി കൊടുത്തു. ഫിലിപ്പിയ ലേഖനം 2:6 പറയുന്നു, നിന്റെ കയ്പിനെ അവന്റെ അടിപ്പിണരുകളായ സൗഖ്യമുണ്ട്, നിന്റെ കയ്പിനെ മാറ്റിയിരിക്കും. പുറപ്പാട് 16 മന്ന ഭക്ഷിച്ചവർ, യോഹന്നാൻ 6 പറയുന്നു ആ മന്ന ജീവന്റെ അപ്പമായ യേശുവാണെന്ന്. നമ്മൾ യേശുവിനെ ഭക്ഷിക്കുന്നവരാ. പുറപ്പാട് 17 പാറയിലെ വെള്ളം കുടിച്ചു. 1 കൊരിന്ത്യർ 10 പറയുന്നു ആ പാറ ക്രിസ്തുവായിരുന്നു. നിങ്ങളും ക്രിസ്തു എന്ന പാറയിൽ നിന്ന് വെള്ളം കുടിക്കണം. അടുത്തത് പുറപ്പാട് 18 70 ലീഡേഴ്സിനെ അപ്പോയിന്റ് ചെയ്തു. പുതിയ നിയമത്തിലും കാണാം 12 ശിഷ്യന്മാരെ കൂടാതെ കർത്താവ് 70 വരെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഇതെല്ലാം കണ്ടോ, കമ്പാരിസൺ കണ്ടു. പുറപ്പാട് 19 ഫീസ്റ്റ് ഓഫ് പെൻഡക്കോസ്റ്റ് നടന്നു. അപ്പോസ്തലർ പ്രവൃത്തി 2 പെൻഡക്കോസ്റ്റ് ഫീസ്റ്റ് നടന്നു. അന്ന് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. പഴയ നിയമം നിഴലും പുതിയ നിയമം പൊരുളുവാ. മനസ്സിലായോ? ഓരോ ചാപ്റ്റർ 12, 13, 14, 15, 16, 17, 18, 19 പെൻഡക്കോസ്റ്റുകാരോടാണ് പുറപ്പാട് 20 ദൈവം പറയുന്നത്. പെൻഡക്കോസ്റ്റുകാരോട് പറയാ, നീയോ നിന്റെ പിതാക്കന്മാരോ ചെയ്താൽ, പെൻഡക്കോസ്റ്റുകാരെ ഫീസ്റ്റ് കഴിഞ്ഞവരെ നിന്റെ മീതെ പിതാക്കന്മാരുടെ അകൃത്യം ഞാൻ കണക്കിടുവന്നു. ആഹാ, ആരോടാ പഴയ നിയമത്തിൽ പറഞ്ഞ ഇത്? പെൻഡക്കോസ്റ്റുകാരോട്. പെൻഡക്കോസ്റ്റ് ഫീസ്റ്റ് എന്ന, പെൻഡക്കോസ്റ്റ് പറഞ്ഞാൽ ഫീസ്റ്റാ. പെൻഡക്കോസ്റ്റ് ഫീസ്റ്റ് കഴിഞ്ഞ പുറപ്പാട് 19 പെൻഡക്കോസ്റ്റ് ഫീസ്റ്റ് കഴിഞ്ഞു. ഇതെല്ലാം ഞാൻ പഠിപ്പിച്ച ക്ലാസ് യൂട്യൂബിൽ കിടപ്പുണ്ട്. പെൻഡക്കോസ്റ്റ് ഫീസ്റ്റ് കഴിഞ്ഞ പെൻഡക്കോസ്റ്റുകാരായിട്ട് കർത്താവ് വിളിച്ചു പറഞ്ഞു, ബാ നീയോ നിന്റെ പിതാക്കന്മാരോ എൻ്റെ വചനം തെറ്റിച്ചാൽ. നമ്മൾ ഇതെല്ലാം ജാതികളുടെ മണ്ടയ്ക്ക് കൊണ്ടുവച്ചു. നമ്മൾ ഇതെല്ലാം ആരുടെ മണ്ടയ്ക്ക് കൊണ്ട് വെച്ചു? ഇതൊന്നും പെന്തക്കോസ്തുകാർക്ക് വരത്തില്ല. ആർക്കാ വരത്തുള്ളൂ? ജാതി. പക്ഷെ ഇത് ആരോടെ കർത്താവ് പറയുന്നത്? പെന്തക്കോസ്തുകാരോട്. നമ്മൾ ഇതെല്ലാം പറഞ്ഞില്ലല്ലോ, ഞങ്ങൾ ഫ്രീയാ, ഞങ്ങൾക്കൊന്നും വരത്തില്ല. പിശാച് അവരെ വഞ്ചിച്ചു. ഞങ്ങൾ എല്ലാത്തും സ്നാനപ്പെട്ടവനോടാ പറഞ്ഞേടാ നിനക്ക് ശാപം പിടിക്കുമെന്ന്. ആൻറ്റി ക്ലിയർ ആണോ? പുറപ്പാട് 14 സ്നാനം കഴിഞ്ഞു. പുറപ്പാട് 20 പറയുക, നീയോ നിന്റെ പിതാക്കന്മാരോ പാപം ചെയ്താൽ ഞാൻ വെറുക്കുന്ന മ്ലേച്ഛതയും ചെയ്യാൻ പോയ പിതാക്കന്മാരുടെ അകൃത്യം ഞാൻ 3-ാമത്തെ 4-ാമത്തെ തലമുറ വരെ കണക്കിടും, മക്കളുടെ മേൽ കണക്കിടും. ഇപ്പൊ കിട്ടിയോ? ആരുടെ മുമ്പിലാ ദൈവം ഇത് വെച്ചേ? പറഞ്ഞോ, ആരുടെ മുമ്പിലാ ദൈവം ഇത് വെച്ചേ? ആ വീണ്ടെടുക്കപ്പെട്ട പെൻഡക്കോസ്റ്റുകാരുടെ മുമ്പിലാ വെച്ചത്, ജാതികളുടെ മുമ്പിൽ വെച്ചതല്ല. ക്ലിയർ ആയോ? പക്ഷെ നമ്മളെവിടെ ആണ്ട് പറഞ്ഞത് നമുക്ക് വരത്തില്ല, നമ്മളെല്ലാം കർത്താവ് വന്നുകൊണ്ട് എല്ലാം പോയി. അങ്ങനെ സഭയ്ക്കകത്ത് അടി നടക്കത്തില്ല അല്ലേ? സഭയ്ക്കകത്ത് അടി നടക്കത്തില്ല. സഭയ്ക്കകത്ത് എല്ലാവരും കയറിയവനെല്ലാം അടിയും ബഹളവും, വെള്ളമടിയും ബഹളവും. ഇതൊക്കെ കയറിയൊന്നും ഏഞ്ചൽസ് അല്ല, അത് മനസ്സിലാക്കി. സഭയ്ക്കകത്ത് വരുന്ന ഒന്നും ഏഞ്ചൽസ് അല്ല. കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞേക്കാം, അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തനുണ്ടെന്ന്. സഭയ്ക്കകത്ത് കയറിയവൻ. കർത്താവ് പൗലോസ് പറയാം, നിന്റെ ജഡത്തെ നീ രാഗമോഹങ്ങളെ ക്രൂശിക്ക്, നീ തിരിച്ചറി, നീ കർത്താവിൻ്റെ പരിജ്ഞാനത്തിൽ വളര്. ആരോടാ പറയുന്നത്? ജാതികളോടല്ല പറയുന്നത്. അപ്പം നമ്മുടെ ജഡം ചത്തിട്ടില്ല കേട്ടോ. ജഡത്തിന് വാഴാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കല്ലേ. നമ്മൾ തിരിച്ചറിഞ്ഞ് മാനസാന്തരപ്പെട്ട് വചനം പഠിച്ച് സത്യം അറിഞ്ഞ് സത്യത്തിൽ നടക്കണം. ക്ലിയർ ആയോ? ചെയ്യാൻ പോകല്ലേ. നോക്കേ, അടുത്തത്. ഇനി ഇതിനകത്ത് എനിക്ക് തോന്നുന്നില്ല എക്സ്പ്ലനേഷൻ ഒത്തിരി വേണമെന്നില്ല അല്ലേ? പുറപ്പാട് 20 ആരുടെ മുമ്പിലാണ് ഇത് വെച്ചേ? തുടക്കം ആരുടെ മുമ്പിലാണ് വെച്ചേ? ഇവിടെ തൊട്ടാ തുടങ്ങുന്നേ. പുറപ്പാട് 20 പെൻഡക്കോസ്റ്റ് ഫീസ്റ്റ് കഴിഞ്ഞപ്പം പർവ്വതം മുകളിലോട്ട് മോശ കയറി ചെന്നപ്പം മോശയോട് കൂടെ ദൈവം പറയാം. നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഈ നമുക്കിതിൻ്റെ തുടക്കം അങ്ങോട്ട് ഇടാം. തുടക്കം ഇട്ടിട്ട് നിർത്താം. കണ്ടോ, ആ ചാപ്റ്റർ പറഞ്ഞു ഈ ജനറേഷണൽ പ്രോബ്ലങ്ങൾ കൈമാറി വരുമെന്ന്. പിതാക്കന്മാർ മരിക്കാം, അവർ മരിച്ചതുകൊണ്ട് തീരത്തില്ലെന്ന് ബൈബിളിൽ നിന്ന് തന്നെ അതിന് പ്രൂവ് ചെയ്ത് തരാം. നിങ്ങൾക്കൊരു വിടുതൽ എടുക്കണോ? സത്യം നിങ്ങൾ അറിയണം കേട്ടോ. സത്യം അറിയുക മാത്രമല്ല, സത്യം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം.
ഞാനൊരു ഉദാഹരണം പറയാം. അതൊക്കെ പറഞ്ഞ് ഇന്ന് നമുക്ക് സ്ലോളി വൈൻഡപ്പ് ചെയ്ത് തുടക്കം ഇട്ടണം. ഒരു ദിവസം കർത്താവ് എന്നോട് പറഞ്ഞു, ഒരു വീട്ടിൽ പോയി പറയണം. എന്നെ ഒരു കർത്താവ് ഒരു കാര്യം കാണിച്ചു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഞാൻ ആ വീട്ടിൽ നിൽക്കുക, ആ വീട്ടിലെ അങ്കിളും ഞാനും കൂടെ വലിയൊരു ഇഷ്ടിക ചൂള ഇടിച്ചിളക്കുക. ഇഷ്ടിക ചൂള കണ്ടാലറിയാം എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള, മിക്കവാറും 10, 40, 50 വർഷം പഴക്കമുള്ള. അതതിൻ്റെ മേളിൽ കയറി നിന്ന് പിക്കാസ് കൊണ്ട് ഇടിച്ചിളക്കുക. ഈ ഇഷ്ടിക ചൂള വലിയ വലിപ്പമൊന്നുമില്ല, ഇടിച്ചുകൊണ്ട് ഇളക്കി കടഞ്ഞുമ്പം ഇതിനകത്തൊന്ന് ഉരുളൻകിഴങ്ങ് ഇളകി വരിക. ഞാൻ ഓർത്തോടെ ഇത്രയും തീ ഇട്ടിട്ടും ഇത്രയും നാളുകൾ കിടന്നിട്ട് നല്ല ഫ്രഷായിട്ടുള്ള ഉരുളൻകിഴങ്ങ് വരുന്നു, ഇളകി വരുന്നു. ഇടിച്ചുകൊണ്ട് ഇളകി ഉരുളൻകിഴങ്ങ് കട്ടയുടെ കൂട്ടത്തിൽ ഉരുളൻകിഴങ്ങ് ഇളകി വരിക. ഞാൻ അങ്കിളോട് ചോദിച്ചു, ആരങ്കിൾ ഈ ഉരുളൻകിഴങ്ങ് ഇവിടെ കൊണ്ടിട്ട് ഈ ഉരുളൻകിഴങ്ങ് എങ്ങനെ ഇപ്പോൾ ഇവിടെ വന്നേ? പെട്ടെന്ന് ഈ അങ്കിളിനോട് ഞാൻ ചോദിക്കുമ്പോൾ എന്നോട് ഒരാൾ പറയുക, ഇത് ചെങ്ങന്നൂരിൽ നിന്ന് കൊണ്ടുവന്ന. അപ്പം ഞാനിതെല്ലാം ഇടിച്ചങ്ങോട്ട് ഇളക്കി വരിട്ട് എനിക്ക് ചെങ്ങന്നൂർ തോന്നി, ഇത് ചെങ്ങന്നൂരും ഈ വീട്ടുകാരുമായിട്ട് ബന്ധമില്ലല്ലോ എന്നോർത്തോണ്ട് ഞാൻ എവിടെ ഇങ്ങനെ ചെങ്ങന്നൂർ വീട്ടുകാരുമായിട്ട് ബന്ധമില്ലെന്ന് ഓർത്തോണ്ട് ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് ആ വീടിൻ്റെ വെളിയിലൊരു പൈപ്പുണ്ട്. ആ പൈപ്പിലോട്ട് കൈ കഴുകാൻ അങ്ങോട്ട് ചെല്ലുമ്പം ഞാൻ നോക്കുമ്പോൾ അപ്പുറത്ത് ഒരു എരുത്തിലുണ്ട് അവർക്ക്. ആ എരുത്തിനകത്തുനിന്ന് ഒരു പാമ്പ് ഭയങ്കര വാശിയോടെ എൻ്റെ നേരെ, ഈ പ്രാവിനെയൊക്കെ വളർത്തുന്ന ഒരു പൊത്തുണ്ട്, അതിനകത്തൂടെ എൻ്റെ നേരെ ഇങ്ങനെ ഭയങ്കര വാശിയോടെ വായു പൊളന്ന് ചീറ്റുക. എന്നെ തൊടുന്നില്ല, വായു പൊളന്ന് ചീറ്റുക, ഇങ്ങനെ ചീറ്റുക. കാരണം ഞാൻ അങ്ങോട്ട് ചെല്ലുന്ന ഇഷ്ടപ്പെടുന്നില്ല, ചീറ്റുക. അപ്പം ഞാൻ ഇത് കണ്ടു, അതകത്തോട്ട് തല വലിച്ചു. ഞാൻ നോക്കുമ്പം ആ വീട്ടിലെ ആൻറ്റി ആ വീട്ടിൽ നിന്ന് ആ മുറിക്കകത്തുകൊണ്ട് ഇറങ്ങി ഇങ്ങോട്ട് വന്നിട്ട് ഇതിനകത്തെ ഈ പ്രാവിൻ്റെ പൊത്തിനകത്തോട്ട് കൈയിടുക. ഞാൻ പറഞ്ഞു, ആൻറ്റി കൈയിടല്ലേ, ഞാൻ അതിനകത്ത് ഇപ്പോൾ ഒരു പാമ്പിനെ കണ്ടതാ, കൈയിടല്ലേ എന്ന് ഞാൻ അലയ്ക്കുമ്പോൾ ഈ ആൻറ്റി വേറൊരു, ആ കണ്ട പാമ്പല്ല, അതിൻ്റെ കൂട്ടത്തിൽ കിടക്കുന്ന ഒരു കിങ് കോബ്ര എടുക്കുമ്പം ആ പാമ്പ് ആൻറ്റിയുടെ കയ്യിൽ ഇങ്ങനെ കിടപ്പുണ്ട്, ഒരു മുയൽ കിടക്കുന്ന പോലെ ഇങ്ങനെ കിടപ്പുണ്ട്. ആൻറ്റി കൈ കൊണ്ട് അതിനെ തലോടിയിട്ട് പറയാം, കുഞ്ഞവിടെ കിടന്നോ കേട്ടോ, കുഞ്ഞവിടെ കിടന്നോ എന്ന് പറഞ്ഞാൽ ആ കിങ് കോബ്ര എടുത്തിടുക. ഞാൻ ഇതാ സ്വപ്നം കാണുന്നു, കിങ് കോബ്രയും വേറൊരു സർപ്പം എൻ്റെ നേരെ ചീറ്റിയത്. പക്ഷെ മറ്റേത് ഇങ്ങനെ മിണ്ടാതെ കിടക്കുക. നല്ല ആൻറ്റി കൊണ്ട് എടുത്തിട്ട് മോനിവിടെ കിടന്നോ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെടുത്ത് വളർത്തുന്ന പെറ്റ് പോലെ എടുത്ത് കിടത്തുക. ഇതാ ഞാൻ സ്വപ്നം കാണും. എനിക്കെന്തുവാന്ന് ഒരർത്ഥവും പിടുത്തം കിട്ടുന്നില്ല. ഞാൻ ഈ വീട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ട ഒരാളെ കാണാൻ പോയി. അപ്പം ഇവരോ ഡയറക്റ്റ് വിളിച്ച് പറഞ്ഞ് ഇവർ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തില്ല. ക്രിസ്ത്യൻ കുടുംബം അവർ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഈ വീട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ട കുടുംബങ്ങളെ കാണാൻ പോയി. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ചെങ്ങന്നൂരുമായിട്ടൊക്കെ ബന്ധമുള്ള? ഇല്ല, ചെങ്ങന്നൂർ വല്യപ്പന്മാരുടെ ആരാണ്ടൊക്കെ ചെങ്ങന്നൂരുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നോട് പറയും. ഞാൻ പറയാനൊന്നുമില്ല, എനിക്കതുകൊണ്ട് കണക്റ്റഡ് ആകുന്നില്ല. വല്യപ്പന്മാരങ്ങനെയൊന്നും ഇല്ല ചെങ്ങന്നൂർ. ഇതൊന്നും ഒരാഴ്ച 2 ആഴ്ച ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുക, ചോദിക്കുക. ഒരു 2 മാസം കഴിഞ്ഞപ്പം ഈ വീട്ടിൽ ഒരു പ്രശ്നം കയറി വരിക. എങ്ങനെയോ കറങ്ങിത്തിരിഞ്ഞ് ഞാൻ 2 മാസം കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. പക്ഷേ 2-3 വർഷമായിട്ട് അവിടെ ഉണ്ട്, ഈ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക. ആ പ്രശ്നം മൂർച്ഛിച്ചപ്പം വരിക, ആ വീട്ടിലെ മകള് ഒരു അക്രൈസ്തവ ഒരാളുമായിട്ട് കോളേജിൽ പോയി പരിചയപ്പെട്ടു. ക്രിസ്ത്യൻ പെങ്കൊച്ച് ഒരു അക്രൈസ്തവ ഒരാളുമായിട്ട് പരിചയപ്പെട്ട് അദ്ദേഹത്തെ കല്യാണം കഴിക്കണം. അവരെ കല്യാണം കഴിക്കാൻ വേണ്ടിയുള്ള എല്ലാ പരിപാടികളും നടക്കുക. അവരെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടികളും നടക്കുക. അപ്പോൾ ഈ വീട്ടുകാരെ ആകെപ്പാടെ ബുദ്ധിമുട്ടിച്ചു. അപ്പോൾ ഈ വീട്ടുകാർ ഇതങ്ങ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഇപ്പോഴവർ പുറത്ത് മറ്റുള്ളവരോട് പറയുന്നു. അപ്പം ക്രിസ്ത്യൻ പെങ്കൊച്ചിനെ ഹിന്ദു ഒരു ചെറുക്കൻ കല്യാണം കഴിക്കും. എനിക്കിതങ്ങോട്ട് കേട്ടപ്പോൾ മനസ്സിലായി, ഞാൻ സ്വപ്നം 2 മാസം മുമ്പേ കണ്ടത് എന്തോ കണക്റ്റഡ് ആണല്ലോ, ദൈവം എന്തോ അവരോട് പറയാനാണല്ലോ എന്നോട് മനസ്സിലായി. ഞാൻ അല്പം കൂടെ പ്രാർത്ഥിക്കാനോ അന്വേഷിക്കാനോ നോക്കിയപ്പം എനിക്ക് മനസ്സിലായി, ഈ മോളുടെ അമ്മയുടെ വീട് ചെങ്ങന്നൂരാണ്. എന്നോട് കർത്താവ് എല്ലാം കൂടെ കണക്ട് ചെയ്യുക. അമ്മയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ജനറേഷണൽ പ്രോബ്ലമാണ് ഉരുളൻകിഴങ്ങ് പോലെ വർഷങ്ങളായിട്ട് കെടാതെ മണ്ണിനകത്ത് കിടന്നത് സമയമായപ്പം വെളി വിടുക. ചെങ്ങന്നൂർ ഞാനപ്പോൾ ഈ അമ്മയുടെ വീടൊന്ന് പഠിക്കാൻ തുടങ്ങി. ഈ കൊച്ചു ഹിന്ദുവിലോട്ട് പോവാ. ഈ അമ്മയുടെ വീട്ടിൽ 40 വർഷം മുമ്പേ 45 വർഷം മുമ്പേ
ആ അമ്മയുടെ ആങ്ങള ക്രിസ്ത്യനായിരുന്ന പുള്ളി ഒരു ഹിന്ദു സ്ത്രീയെ കല്യാണം കഴിച്ചു. ആ ദുഷ്ടാത്മാവ് ഇവിടെ കയറി കിടക്കുക. ആ വീട്ടിലെ പോരുമായിട്ടാ ഈ വീട്ടിലോട്ട് ഈ അമ്മ കല്യാണം കഴിച്ചു വന്നത്. നിന്റെ കുഞ്ഞിനെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പൈശാചിക ശക്തി എന്നിൽ നിന്ന് ഒരാളെ പിടിച്ചെങ്കിൽ നിന്നിൽ നിന്ന് കൊണ്ടുപോകും. ഇതാ ഞാൻ കാണുന്നത്. ഞാൻ ഇവരുടെ വീട്ടിൽ പോയി, തിരക്കി പിടിച്ചവരുടെ വീട്ടിൽ പോയി. ഞാൻ പോയി ആ വീട്ടിൽ പോയി അങ്കിളിനോട് പറഞ്ഞു, അങ്കിളെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഞാനിവിടെ വന്നേ. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു. നിങ്ങളുടെ പെന്തക്കോസുകാരുടെ വേലയൊക്കെ കൈവച്ചാൽ മതി. നിങ്ങളുടെ പെന്തക്കോസുകാരുടെ വേല, ക്രിസ്ത്യനാ, നിങ്ങളുടെ പെന്തക്കോസുകാരുടെ വേലയൊക്കെ കൈവച്ചാൽ മതി പറഞ്ഞു. ഞങ്ങളുടെ വീട്ടിൽ അതൊക്കെ പുള്ളി അത് സമ്മതിക്കത്തുമില്ല. ദൈവത്തിൻ്റെ ആലോചന പറഞ്ഞ് വിടുതൽ എടുക്കേണ്ടതാ, അതിനെ നിരസിക്കുകയും ചെയ്തു. ഒരു കുഴപ്പമില്ല, കൊച്ചു വേറെ ഒരുക്കനോട് പോയി. കൊച്ചു വേറെ എടുത്തു. ഞാൻ പിന്നെ വീട്ടിൽ പോയി അമ്മയോട് പറഞ്ഞു. അമ്മയോട് ഞാൻ പറഞ്ഞു, എങ്ങനെയായിരുന്നു ആൻറ്റിയുടെ ആങ്ങള ഇന്നടത്തുനിന്ന് കല്യാണം കഴിപ്പിച്ച് കൊണ്ടുവന്നായിരുന്നു? ആയിരുന്നു. എന്നോട് കർത്താവ് പറഞ്ഞു, ചെങ്ങന്നൂരിൽ നിന്ന് വന്നാ, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വന്നാൽ ഇത് തിരിച്ച് അതിൻ്റെ ബാലൻസ് ചെയ്തു. സ്പിരിച്വലി അങ്ങനെ ഉണ്ട്, സ്പിരിച്വലി അങ്ങനെ ഉണ്ട് കേട്ടോ. സ്പിരിച്വലി ബൈബിളിലുണ്ട്. പെന്തക്കോസ് ഫീസ്റ്റിൻ്റെ അന്ന് പഴയ നിയമത്തിൽ 3000 പേര് മരിച്ചു. പുതിയ നിയമത്തിലെ പെന്തക്കോസ് ഫീസ്റ്റിൻ്റെ അന്ന് 3000 പേര് അകത്ത് കയറി. പഴയ നിയമത്തിലെ പെന്തക്കോസ് ഫീസ്റ്റ് കഴിഞ്ഞപ്പം എല്ലാം കഴിഞ്ഞ് നാദാവും അബീഹുവും 2 പേര് മരിച്ചുപോയി. പുതിയ നിയമത്തിലെ പെന്തക്കോസ് ഫീസ്റ്റ് കഴിഞ്ഞ് ആ ദിവസങ്ങളിലാണ് 2 പേര് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയിൽ മരിച്ചു പോകുന്നത്. 2 പേര് അപ്പുറത്ത് മരിച്ചു, 2 പേര് ഇപ്പുറത്ത് മരിച്ചു. ഒരാൾ അന്യാഗ്നി കത്തിച്ചു, ഒരാൾ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചു. അനന്യാസയും സഫീറയും കാണാം, കണ്ടോ? ബാലൻസ് ആയിട്ട് കാണാം, ഒത്തിരി അടുത്ത് കാണാം. ഈ സംഭവം കാണാം. ആ കൊച്ചിന്ന് പോയി. കർത്താവിനോട് പറയാ, കോബ്രയും കിങ് കോബ്രയാ ചേരണ്ടി തമ്മിലെ ചേരത്തുള്ളൂ. വിശാദി കൊണ്ടുപോയാ. ഇതുപോലെ പല സ്പിരിച്വൽ അറ്റാക്ക് നമ്മുടെ ലൈഫിൽ വരുന്നത് സൈക്കോളജിക്കലി എല്ലാം ഒത്തുകൂടി വരും. എല്ലാം സാഹചര്യം മൊത്തം കണക്റ്റഡ് ആകും. ഞാൻ മുന്നോട്ട് വരും പഠിപ്പിക്കാം. വല്യപ്പനും അതിൻ്റെ പിറകിലുള്ള വല്യപ്പന്മാരും 40-ാമത്തെ വയസ്സിൽ ബിസിനസ്സിൽ പൊട്ടി നാശമായി, അല്ലെങ്കിൽ കേസിൽ കുരുങ്ങി, അല്ലെങ്കിൽ ചതിയിൽപ്പെട്ടു, അല്ലെങ്കിൽ വഞ്ചനയിൽപ്പെട്ടു, കുടുംബത്തിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. നോക്കിയേ, ഈ വീട്ടിലെ മോന് 30-ാമത്തെ വയസ്സിൽ ഇവനൊന്നും ഒരു 38-39 ആകുമ്പോൾ ഈ പുള്ളിക്ക് തുടങ്ങും ഒരു ബിസിനസ് ഒന്ന് ചെയ്താൽ നോക്കാം. ഇത്രയും നാൾ ഞാൻ രക്ഷപ്പെട്ടില്ല. എന്തിനാ? 40-ാമത്തെ വയസ്സാകുമ്പോൾ അവനെ സെയിം പാറ്റേൺ കാണാം. സെയിം പാറ്റേൺ. ഇത് തിരിച്ചറിഞ്ഞ് നീ മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ വന്നാൽ നിനക്കതിന് അടിവേര് പിടാം. നിന്റെ മക്കളിലേക്ക് ഇത് ട്രാൻസ്ഫർ ആകത്തില്ല. അല്ലെങ്കിൽ അടുത്ത മക്കളിലേക്ക് 40 വർഷം കഴിയുമ്പം അടുത്ത സൈക്കിൾസ് ഉണ്ട്. അടുത്ത 30 വർഷത്തിലായിരിക്കാം, ഓരോ സൈക്കിൾസിലാണ്. നന്മയുടെ സമയമാവുകയും തലവും. ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്, പലയിടത്തും. 10-27 വർഷമായി കർത്താവിൻ്റെ വേല ചെയ്യാൻ തുടങ്ങി. 27 വർഷം. എല്ലാ ആഴ്ചയിലും ഇപ്പോൾ ഈ കഴിഞ്ഞൊരു 10-14 വർഷമായിട്ട് ഞാൻ മിക്കവാറും ആഴ്ചയിലും മാസത്തിൽ നാട്ടിൽ പോകാത്ത, ശുശ്രൂഷിക്കാൻ പോകാത്ത ദിവസങ്ങളിൽ എത്ര ആൾക്കാരെ ഓരോ പ്രാവശ്യം കാണാൻ കർത്താവ് എനിക്ക് കൃപ നൽകുന്നു. എന്തുമാത്രം ടൈപ്പ് ആൾക്കാരെ. പക്ഷെ എൻ്റെ ജോലി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് മയമില്ലാതെ ഞാൻ പഠിപ്പിച്ചു തരാം. കാരണം നിങ്ങളുടെ വിടുതലിന് വേണ്ടി ബട്ടർ ചേർത്തും സോപ്പ് ചേർത്തും പഠിപ്പിക്കാൻ വരത്തില്ല. പക്ഷെ നിങ്ങൾ വിടുതലാകണോ, നിങ്ങളെ ആഴത്തിൽ ഞാൻ ദൈവവചനം പഠിപ്പിക്കാം. നിങ്ങൾ തിരിച്ചറിഞ്ഞ് വിടുതലെടുക്കാൻ ഞാൻ ദൈവകൃപയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഹെൽപ്പ് ചെയ്യാം. ഞാൻ അങ്ങനെ, എൻ്റെ മനസ്സങ്ങനെ. എൻ്റെ ചർച്ചിലുള്ള ദൈവം എന്നെ ഏൽപ്പിച്ച നിങ്ങളുടെ കൂടെ എത്ര അധികം എനിക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണെന്നറിയാം. കാരണം എൻ്റെ കൂടെ ചർച്ച വരുന്ന ഓരോ ദൈവമക്കളും വിടുതലായിരിക്കണം. ഇല്ലെങ്കിൽ പാസ്റ്ററുടെ കുഴപ്പമാണ്, നടത്തുന്ന ആളുടെ കുഴപ്പമാണ്, ഇടയൻ്റെ കുഴപ്പമാണ്. കാരണം വചനം പഠിപ്പിച്ചിരിക്കണം, ആ ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കണം. നോക്കിയേ, ഇവിടം തൊട്ട് തുടങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മുടെ സമയം കഴിഞ്ഞു. എന്നാലും ഒരു ചിന്ത അങ്ങോട്ട് ഇട്ട് തരാം. ഇസ്രായേൽ മക്കൾ 430 സംവത്സരം അടിമത്തത്തിൽ പോയി. 430 സംവത്സരം.
ഭയങ്കര തീവ്രമായ അടിമത്തത്തിൽ പോയി. ആ അടിമത്തം അവരെ എത്ര രീതിയിലാണ് കെട്ടിക്കളഞ്ഞെന്നറിയോ? 7 രീതികളിൽ കെട്ടിക്കളഞ്ഞു. 7 രീതിയുണ്ട്. ഫിനാൻസ് 7 രീതികളിൽ കെട്ടിക്കളഞ്ഞു. ഒന്ന് സ്പിരിച്വലി കെട്ടിക്കളഞ്ഞു. ശാപമുള്ളവരെ കെട്ടുന്നത് ഇത്ര രീതികളാണ്. ഫിസിക്കലി കെട്ടിക്കളഞ്ഞു, സൈക്കോളജിക്കലി കെട്ടിക്കളഞ്ഞു, ഇമോഷണലി കെട്ടിക്കളഞ്ഞു, സോഷ്യലി കെട്ടിക്കളഞ്ഞു, റിസോഴ്സ്ലി കെട്ടിക്കളഞ്ഞു, ഫിനാൻഷ്യലി കെട്ടിക്കളഞ്ഞു. 7 രീതികളിൽ ഇസ്രായേൽ മക്കളെ അടിമത്തത്തിലിട്ട് കെട്ടിക്കളഞ്ഞു. ഒന്നാമത്തെ അപ്പൻ എന്തോ ചെയ്തേ? ഇഷ്ടികയുടെ പണി ആണോ? ഒന്നാമത്തെ അപ്പൻ എന്തോ ചെയ്തേ? ഇഷ്ടിക പണി. രണ്ടാമത്തെ അപ്പൻ എന്തോ ചെയ്തേ? കട്ടയുടെ പണി. കാരണം പുരോഗമനം വേണമല്ലോ, കാര്യങ്ങൾ പോകുന്നതിനനുസരിച്ച് കട്ടയുടെ പണി. മൂന്നാമത്തെ അപ്പൻ എന്തോ ചെയ്തേ? ബ്രിക്സിൻ്റെ പണി. നാലാമത്തെ അപ്പൻ എന്തോ ചെയ്തേ? നാലാമത്തെ അപ്പൻ ചെയ്തത് ഹോളോ ബ്രിക്സിൻ്റെ പണി. എന്തോ ആയത്? കട്ടപ്പണിയാണോ? കാലഘട്ടം മാറുന്നതിനനുസരിച്ച് കുറച്ച് ഇവിടെ കളിമണ്ണും ഇഷ്ടികം കൊണ്ടുണ്ടാക്കി, എല്ലാം കളിമണ്ണും ഇഷ്ടിക. ചില ആൾക്കാരുണ്ട്, പണ്ട് നടന്നാ പോവാ, വർഷങ്ങൾ ജീവകാലം മൊത്തം നടപ്പായിരുന്നു. ഒരു വാഹനം മേടിക്കാനുള്ള പൈസ കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞ് കുറച്ച് അടുത്ത തലമുറ വന്നപ്പോൾ ഒരു സൈക്കിൾ മേടിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഒരു സ്കൂട്ടി മേടിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഒരു ബൈക്ക് മേടിച്ചു. എല്ലാം 2 കാലാണോ? എല്ലാം 2 കാലാണ്. അതിനർത്ഥം ഇതെല്ലാം ഉള്ളതുകൊണ്ട് അങ്ങനെയല്ല പഠിച്ചു. ഞാനിതൊരു ജനറേഷൻ പ്രോബ്ലമായിട്ട് പാറ്റേൺ തിരിച്ചും ചിന്തിക്കാം. കർത്താവെ, നടക്കാൻ കാലെങ്കിലും തന്നല്ലോ കേട്ടോ, എനിക്ക് വണ്ടിയെങ്കിലും തന്നല്ലോ. ഇതങ്ങനെയും ചിന്തിക്കാം. ഞാൻ അങ്ങനെയല്ല പറയും. ഒരാളുടെ ലൈഫിൽ അതങ്ങനെ ഇതിൻ്റെ ബാലൻസായിട്ട് നിങ്ങൾ ചിന്തിക്കണം. ബാലൻസായിട്ട് ഈ ഇസ്രായേൽ മക്കൾ 430 സംവത്സരം അടിമത്തത്തിൽ കിടക്കാം. ഇസ്രായേൽ മക്കൾ 430 സംവത്സരം ഇസ്രായേൽ മക്കൾ അടിമത്തത്തിലാണ്. 430 സംവത്സരം ഇസ്രായേൽ മക്കൾ അടിമത്തത്തിലാണ്. ഇതാരോട് പറഞ്ഞതാ? അബ്രഹാം. ഇവിടെ മോശയിൽ കൂടെയാണ് ഇവർ വിടുവിക്കപ്പെടുന്നത്. മോശയുടെ പിതാവ് അമ്രാം, നിങ്ങളോട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. മോശയുടെ പിതാവ് അമ്രാം. അമ്രാമിൻ്റെ പിതാവ് കെഹാത്ത്. കെഹാത്തിൻ്റെ പിതാവ് ലേവി. ലേവിയുടെ പിതാവ് ജേക്കബ്. ജേക്കബിൻ്റെ പിതാവ് ഐസക്കിൻ്റെ പിതാവ് അബ്രഹാം. അബ്രഹാം ആയിരിക്കുന്ന സമയത്ത്, അബ്രഹാം ആയില്ല, 85-ാമത്തെ വയസ്സിൽ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ സന്തതികൾ നീ അറിയാത്ത ദേശത്ത് 400 സംവത്സരക്കാലം പ്രവാസികളായിരിക്കും. 85-ാമത്തെ വയസ്സിൽ അബ്രഹാമിന് കുഞ്ഞുങ്ങളില്ല. 100-ാം വയസ്സിലാണ് കുഞ്ഞുങ്ങളെ കിട്ടുന്നത്. കുഞ്ഞുങ്ങളെ കിട്ടുന്നതിന് മുമ്പേ പറയുക, നിന്റെ തലമുറകൾ ശപിക്കപ്പെടും, നിന്റെ തലമുറ അടിമത്തത്തിൽ പോവും. ഇത് നമ്മുടെ ലോജിക്കിനെല്ലാം പിടിക്കാൻ പറ്റാത്ത, നമ്മുടെ ലോജിക്ക് വെച്ചോണ്ടല്ല ബൈബിൾ. 85-ാമത്തെ വയസ്സ് ദൈവം പറഞ്ഞു, നിന്റെ സന്തതികൾ നീ അറിയാത്ത ദേശത്ത് പ്രവാസികളായിരുന്നു, അവരെ സേവിക്കുമെന്ന് പറഞ്ഞു. അബ്രഹാമിൻ്റെ അകത്തു ദൈവത്തിൻ്റെ വേർഡ് എന്തിനാ കിട്ടിയ? ഒരു ശിക്ഷയാ. അതെല്ലാം ഞാൻ പഠിപ്പിക്കാം. കിട്ടി. നോക്കിയേ, എത്ര തലമുറകളിലേക്ക് ഇത് കൈമാറ്റം ചെയ്തു വന്നു. 400 അബ്രഹാമിൽ നിന്ന് 400 ഇവിടെ കിട്ടിയ 400 എവിടോട്ട് വന്നു? അടുത്തടുത്തോട്ട് വന്നു. നമുക്ക് നിർത്താം കേട്ടോ, കഴിഞ്ഞു. 400 ഇങ്ങോട്ട് വന്നു. ഇവിടുന്ന് ജനിച്ച മോനോട്ട് വന്നു 400, ഇവിടോട്ട് വന്നു. 400-ൽ നിന്ന് ഇങ്ങോട്ട് വന്നു അടുത്ത 400. ഇവരെല്ലാം മരിച്ചു പോയി. അബ്രഹാം മരിച്ചു. അബ്രഹാം 175-ൽ മരിച്ചു. ഐസക്ക് 180 മരിച്ചു. 400 എന്തി? 400 ഇപ്പോൾ യാക്കോബി വന്ന് കിടപ്പുണ്ട്. വിത്ത് ഇപ്പം ബ്ലഡ് പരിശോധിച്ചാൽ 400 കാണാൻ പറ്റുമോ? ലാബിൽ പോയി ടെസ്റ്റ് ചെയ്താൽ 400 കാണാൻ പറ്റുമോ? ഇല്ല. യാക്കോബ് തൊട്ടാ 400-ന്റെ സ്റ്റാർട്ട് തുടങ്ങുന്നു കേട്ടോ. യാക്കോബിൻ്റെ ഇത്രാമത്തെ വയസ്സ് തൊട്ടാ, അത് ഞാൻ പിന്നീട് പഠിപ്പിക്കാം, നിങ്ങളെ ടൈം ലൈൻ പഠിപ്പിക്കാം. ഇവിടെ വന്നു 400 തുടങ്ങി. അത് പുള്ളി മരിച്ചപ്പോൾ 400 കെട്ടുപോയില്ല. 400 ഇങ്ങോട്ട് വന്നു. ലേബിയിലോട്ടല്ല, ഇസ്രായേൽ മക്കളെ 12 ഗോത്രങ്ങളിലോട്ടും വന്നു 400. ഇവരെല്ലാവരും മരിച്ചു, കെട്ടുപോയില്ല, കൈമാറ്റം ചെയ്തു വരും. എവിടെ പറഞ്ഞതാ? അബ്രഹാം മരിച്ചു, പക്ഷെ ആ ബ്ലഡിൽ കൂടെ ആ വാക്ക് വിത്ത് ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നു.
ഇതുപോലെ പിതാക്കന്മാർ ചെയ്തതിൻ്റെ കാര്യം ട്രാവൽ ചെയ്യുന്നത്, മാതാക്കൾ ചെയ്ത് ട്രാവൽ ചെയ്യുന്നത്. നോക്കിയേ, കെഹാത്ത് ഞാൻ മോശെ കൊണ്ടുവരാനാ കെഹാത്ത് വന്നത്. ഈ 12 മക്കളിലേക്കും വന്നു. ഇങ്ങനെ വന്ന് മോശെ ദൈവം ഉപയോഗിക്കുക വിടുതലിന് വേണ്ടി. ഈ മോശയുടെ കാര്യം ദൈവം അബ്രഹാമിൻ്റെ 85 വയസ്സിൽ പറഞ്ഞിട്ടുണ്ട്. 7ാം തലമുറയിൽ നടക്കേണ്ടിയ ആ മകൻ്റെ ഭാവി അബ്രഹാമിനോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളവർക്ക് എന്തോ പാസ്റ്റർ പറയുന്നത് കേട്ടോ. ഇപ്പം നെയ്തൻ്റെയോ നെഹമ്യാവിൻ്റെയോ 7 തലമുറ കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന കുഞ്ഞുങ്ങളുടെ കാര്യം ദൈവം പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോ ഈ പറയുന്നത്? തമ്പുരാൻ അറിയാം. നോക്കിയേ, ഇതെങ്ങനെ വിടുതൽ, ആ ജനറേഷണൽ കേഴ്സിൽ നിന്ന് എങ്ങനെ അബ്രഹാമിൻ്റെ സന്തതി വിടുതലായത് നിങ്ങൾ പഠിക്കാമെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ ചില വേരുകളെ പിഴാൻ ഈ വചനത്തിൻ്റെ വെളിച്ചം നിങ്ങളെ സഹായിക്കും കേട്ടോ. കേൾക്കുന്നുണ്ടോ? ചിലർക്ക് കെട്ടപ്പെട്ട് കിടക്കുക, ചിലർക്ക് ഉയരാൻ പറ്റുന്നില്ല. നിങ്ങളിത് വചനം പഠിക്കാത്തടത്തോളം കാലം നിങ്ങൾക്ക് ഉയരാൻ പറ്റത്തുമില്ല. വർഷങ്ങൾ നഷ്ടപ്പെടുത്താം. ഞാൻ എന്നും പറയുന്ന കാര്യം, 15 വർഷമായിട്ട് ചർച്ചിൽ പോവാം, 10 വർഷമായിട്ട് ചർച്ചിൽ പോവാം. എന്തോ നല്ല മെസ്സേജ് ആയിരുന്നു, കുറേ കൈ അടിച്ചു, എല്ലാം കഴിഞ്ഞു പോയി. 15 വർഷം കഴിയുമ്പോഴും അന്നുണ്ടായിരുന്ന പ്രശ്നം ഇന്നും പ്രശ്നമാണ്. ഇപ്പോഴും അവർ അതിനെ ഓടിച്ചുകൊണ്ടിരിക്കുക. ഇത്രയും വർഷങ്ങളായിട്ട് ഈ പ്രശ്നം പോയിട്ടില്ല. കാരണം എന്താ? വചനം അകത്ത് കയറിയില്ല, പരിശുദ്ധാത്മാവ് അകത്ത് കയറിയിട്ടില്ല. കൈയടിച്ചു, അതല്ല, പരിശുദ്ധാത്മാവ് നിന്നെ ഡിസേൺമെന്റിലേക്ക് കൊണ്ടുവരും, സകല സത്യത്തിലും വഴി നടത്തുന്നതാണ്. ഇതിനെ വചനം പഠിക്കണമെന്ന് പറയുന്നത് കേട്ടോ. വചനം പഠിക്കുമ്പോൾ സത്യം അറിയാം. സത്യം നിങ്ങളുടെ അകത്തോ അതോറിറ്റിയും വെളിച്ചവും കൊണ്ടുവരും. വെളിച്ചം നിങ്ങളുടെ അകത്തുള്ള ഇരുട്ടിനെ മാറ്റിക്കളയും. പ്രാർത്ഥിക്കാം നമുക്ക്. നോക്കിയേ, ഇന്ന് പഠിച്ചോ, ചിന്തിച്ചു നോക്കിയേ, നമുക്കൊരു 5 മിനിറ്റ് പ്രാർത്ഥിച്ചുകൊണ്ട് പോകാം. കാരണം നമ്മളിനിയും ലാസ്റ്റിലേക്ക് പ്രാർത്ഥിക്കാൻ വെക്കാതെ, കാരണം നമുക്ക് നല്ല ഓർമ്മയും കൂടെ ആയതുകൊണ്ട് നല്ലതാണ്. നോക്കിയേ, എല്ലാം മറന്നു. നോക്കിയേ, പാറ്റേൺ നോക്കിയേ. ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന കാര്യമാണ്, കർത്താവേ, അപ്പൻ്റെയും അമ്മയുടെയും അവരുടെ സൈക്കോളജിയും അവരുടെ ഇമോഷനിലും അവരുടെ പാറ്റേണിൽ എന്നെ നിർത്തല്ലേ. ദൈവത്തിൻ്റെ ഹയർ റിലത്തിലേക്ക്, കാരണം എൻ്റെ സ്വർഗത്തിലെ അപ്പൻ്റെ റിലത്തിലേക്ക് എന്നെ കൊണ്ടുപോകണം. അപ്പൻ്റെ അമ്മയുടെ കൾച്ചറിൽ നിർത്തല്ലേ, ഹയർ തോട്ട് പാറ്റേണിൽ കൊണ്ടുപോകണേ, ഹയർ റിലത്തിൽ അതോറിറ്റിയിൽ എന്നെ കൊണ്ടുപോകണേ. എൻ്റെ വല്യപ്പന്മാരെ പിടിച്ചു കെട്ടിയതൊന്നും പിടിച്ചു കെട്ടാൻ ദൈവം അനുവദിക്കല്ലേ. എൻ്റെ കുടുംബത്തിലുള്ളവർ ഒന്നിനെയും പിടിച്ചു കെട്ടിയ രീതിയിൽ അനുവദിക്കല്ലേ. നീ ദൈവത്തിൻ്റെ വചനത്തിലും പരിശുദ്ധാത്മാവിലും അനുസരിച്ചെങ്കിൽ നിന്റെ ലൈഫ് അതിനനുസരിച്ച് നീ കൊണ്ടുപോകാമെങ്കിൽ, അതിനർത്ഥം പെർഫെക്റ്റ് ആണെന്നല്ല, ജീവിതത്തിൽ വീഴ്ച വരാം, പക്ഷെ വേർഡ് ഓഫ് ദ ലോർഡുമായിട്ട് കോംപ്രമൈസ് ചെയ്യരുത്, പരിശുദ്ധാത്മാവായിട്ട് കോംപ്രമൈസ് ചെയ്യരുത്. ഇന്ന് ഇവിടുന്ന് തിരിച്ചു പോകുമ്പം ഒരാഴത്തിലുള്ളൊരു തീരുമാനമായിട്ടാണ് പോകാം. നിന്റെ ജീവിതം ഉയരും. നിന്റെ നന്മ ഡോളറും കേടിയും ദിനാറും ഇതൊന്നുമല്ല. നീ നിൽക്കുന്നിടത്ത് ദൈവം നിന്നെ ഉയർത്താൻ വിശ്വസനം. നിന്നെ ദൈവം നട്ടടത്ത് അല്ല, വെളിയിലാണോ, നിന്നെ എവിടെ കൊണ്ടുപോയാലും നീ ഒരു അനുഗ്രഹമായിരിക്കും. എവിടെ പോയാലും വചനം അങ്ങനെ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങൾ എവിടെ പോയാലും ക്യാരി ദ ബ്ലെസ്സിങ്, ക്യാരി ദൈവത്തിൻ്റെ പ്രസൻസ് ക്യാരി. ദൈവവചനം പ്രാർത്ഥിക്കാം. പഠിപ്പിച്ചാൽ ഞാനല്ലോ ഏറ്റവും കൂടുതൽ ലോങ് സ്ട്രെച്ചിന് ഞാൻ പഠിപ്പിച്ചേക്കുന്ന 7.5 മണിക്കൂറാണ്, 7.5 hours. 5 മണിക്കൂറൊക്കെ ഒറ്റയടിക്ക് നിന്നിട്ടുണ്ട്, നീ പോകാതെ 4 മണിക്കൂർ 5 മണിക്കൂർ, പിന്നെ അത് കഴിയുമ്പോൾ അടുത്ത 2.5 മണിക്കൂർ. അപ്പോൾ എനിക്ക് പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടം. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ യൂസ് ചെയ്യുമ്പോൾ എനർജി തരുന്നതൊക്കെ എനിക്കറിയാം. പക്ഷെ അതെല്ലാം ദൈവസഭയുടെ മേൽ വിടുതലാകട്ടെ. എൽ ബഥേൽ AG ചർച്ചിൻ്റെ അകത്ത് വന്ന ഓരോ കുടുംബങ്ങളുടെ മീതെ വിടുതലാകട്ടെ. നിങ്ങൾ ഇന്നത്തെ നിങ്ങളുടെ ലൈഫ് എഴുതി വെച്ചു. കാരണം വചനം നിങ്ങളെ ഉയർത്തും. എൻ്റെ വചനം അനുസരിച്ചാൽ നിനക്ക് ജീവനും ദീർഘായുസ്സും നന്മയും അനുഗ്രഹമാണെന്ന് ബൈബിൾ പറഞ്ഞത്.
എൻ്റെ വചനം അനുസരിച്ചാൽ നിനക്ക് നന്മയാ, ദീർഘായുസ, നിനക്ക് ജീവന, നിനക്ക് അനുഗ്രഹമാണെന്ന ബൈബിൾ പറയുന്നത് അല്ലേ? വചനം നിന്റെ ദീർഘായുസ് തരും. വചനം നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങളുടെ കുടുംബത്തിന്റെ ബന്ധനങ്ങളെ അഴിക്കും. പ്രാർത്ഥിച്ചേ, കണ്ണുകളെ അടച്ച് അല്പസമയം പ്രാർത്ഥിച്ചേ. ഗ്ലോറി ഗ്ലോറി. വീടിന്റെ സ്ഥിതികൾ മാറട്ടെ, കുടുംബത്തിന്റെ അവസ്ഥകൾ മാറട്ടെ, ശരീരത്തിന്റെ അവസ്ഥകൾ മാറട്ടെ. ഹീലിംഗ് നടക്കുമ്പോൾ നിങ്ങളുടെ DNA-ക്കകത്ത് വരെ ഹീലിംഗ് നടക്കട്ടെ. ശുഭല ഹസല കരാദര. എൽബദേൽ ഏജി വിടുതലാകട്ടെ. എൽബദേൽ ഏജി ചർച്ച് വിടുതലാകട്ടെ. മലയാളം ചർച്ച് വിടുതലാകട്ടെ. വചനത്തിന്റെ വിടുതൽ, പരിശുദ്ധാത്മാവിന്റെ വിടുതൽ നിങ്ങളിലേക്ക് ഞാൻ റിലീസ് ചെയ്യുന്നു. ഓരോ പടിപടിയായി നിങ്ങളെ ദൈവം വളർത്തട്ടെ, ഉയർത്തട്ടെ. നിങ്ങളുടെ DNA-ക്കകത്ത്, ക്രോമസോമിനകത്ത്, നിങ്ങളുടെ ദേഹത്തിനകത്ത്, ദേഹിക്കകത്ത് ഈ ക്ലാസുകൾ വിടല്. നിങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ വിടുതലുകളെ ദൈവം പകരട്ടെ. യേശുവിന്റെ നാമത്തിൽ അങ്ങയുടെ ജനത്തിന്റെ മേൽ വിടുതലിനെ ഞാൻ റിലീസ് ചെയ്യുന്നു. വചനം മനസ്സിലാകാതെ വണ്ണം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സമായി വ്യാപരിക്കുന്ന എല്ലാ ഇരുളിന്റെ കോട്ടകളും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ, അഴിഞ്ഞു പോകട്ടെ. ക്യാൻസൽ ചെയ്യും. യേശുവിന്റെ രക്തത്താൽ ക്യാൻസൽ ചെയ്യുന്നു. മാതാവി എന്നുള്ള പാറ്റേൺ, പിതാവി എന്നുള്ള പാറ്റേൺ, പൂർവ്വപിതാക്കന്മാരിൽ നിന്നുള്ള പാറ്റേൺ, കുടുംബത്തിൽ നിന്നുള്ള പാറ്റേൺ യേശുവിന്റെ രക്തത്താൽ അവ ക്യാൻസൽ ആകട്ടെ. ഗ്ലോറി 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 ഗ്ലോറി. പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കേട്ട വചനത്തിനു മുമ്പിൽ നമ്മളെ